അൽ ബഖറ മദീനയിൽ അവതരിച്ചത്. പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഞാൻ അള്ളാഹു ഏറ്റവും അറിയുന്നവനാകുന്നു. ഇത് പരിപൂർണ ഗ്രന്ഥമാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഇത് മാർഗദർശകമാകുന്നു. അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. നിനക്കവതരിപ്പിച്ചു തന്നതിലും നിനക്ക് മുമ്പേ അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരുമാണവർ. പരലോക ജീവിതത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സന്മാർഗത്തിലാകുന്നു. അവർ തന്നെയാണ് വിജയികൾ. സത്യത്തെ മനഃപൂർവ്വം നിഷേധിച്ചവരാരോ അവർക്ക് നീ മുന്നറിയിപ്പ് നൽകുന്നതും നൽകാതിരിക്കുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം സമമാണ്. ഈ സ്ഥിതിക്ക് മാറ്റം വരുന്നതുവരെ അവർ വിശ്വസിക്കുകയില്ല. അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്കും ചെവികൾക്കും മുദ്ര വച്ചിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ മേലൊരു മറയുണ്ട്. അവർക്ക് വലിയ ശിക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന ചിലരും മനുഷ്യരിലുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളെയല്ല. അവർ അള്ളാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ സത്യത്തിൽ അവർ തങ്ങളെ തന്നെയാണ് വഞ്ചിക്കുന്നത്. അവരത് ഗ്രഹിക്കുന്നില്ലെന്നു മാത്രം. അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ടായിരുന്നു. പിന്നെ അള്ളാഹു അവർക്ക് അവരുടെ രോഗം വർദ്ധിപ്പിച്ചു. അവർ കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന കാരണത്താൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കരുതെന്ന് അവരോട് പറയപ്പെടുമ്പോൾ ഞങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവർ മാത്രമാണെന്നവർ പറയും. അറിയുക, തീർച്ചയായും അവർ തന്നെയാണ് നാശകാരികൾ. പക്ഷേ ഈ യാഥാർത്ഥ്യം അവർ ഗ്രഹിക്കുന്നില്ല. മറ്റു ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുക എന്ന് അവരോട് പറയപ്പെടുമ്പോൾ ആ ഭോഷന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നവർ പറയും. അറിയുക, നിശ്ചയമായും അവർ തന്നെയാണ് ഭോഷന്മാർ. എന്നാൽ അവർ ഇക്കാര്യം അറിയുന്നില്ല. വിശ്വാസികളെ കാണുമ്പോൾ ഈ പ്രവാചകനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. തങ്ങളുടെ പിശാചുക്കളുമായി, അതായത് നേതാക്കന്മാരുമായി അവർ തനിച്ചാകുമ്പോൾ നിശ്ചയമായും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് അവർ പറയുക. അള്ളാഹു അവരുടെ പരിഹാസത്തിന് ശിക്ഷ നൽകുകയും അവരുടെ അതിക്രമത്തിൽ അന്ധമായി വിഹരിക്കുവാൻ അവരെ വിട്ടേക്കുകയും ചെയ്യുന്നു. സന്മാർഗം വിറ്റ് ദുർമാർഗം പകരം വാങ്ങിയവരത്രേ അവർ. അതിനാൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല. അവർ നേർവഴി പ്രാപിച്ചതുമില്ല. അവരുടെ സ്ഥിതി തീ കൊളുത്തിയ ഒരുവന്റെ നില പോലെയാകുന്നു. അത് അവനു ചുറ്റും പ്രകാശം പരത്തിയപ്പോൾ അള്ളാഹു അവരുടെ പ്രകാശത്തെ എടുത്തുകളയുകയും പലതരത്തിലുള്ള അന്ധകാരങ്ങളിൽ അവരെ ഒരു രക്ഷാമാർഗവും കാണാത്തവരായ നിലയിൽ വിടുകയും ചെയ്തു. അവർ ബധിരരും മൂകരും അന്ധരുമാകുന്നു. തന്മൂലം അവർ സത്യത്തിലേക്ക് മടങ്ങുകയില്ല. അല്ലെങ്കിൽ അവരുടെ സ്ഥിതി മേഘത്തിൽ നിന്നുള്ള ഒരു പേമാരി പോലെയാകുന്നു. അതോടൊപ്പം പലതരത്തിലുള്ള അന്ധകാരങ്ങളും ഇടിയും മിന്നലുമുണ്ട്. ഇടിയുടെ ഘോരനാദം മൂലം അവർ മരണത്തെ ഭയന്ന് തങ്ങളുടെ വിരലുകൾ ചെവികളിലിടുന്നു. അള്ളാഹു അവിശ്വാസികളെ വലയം ചെയ്യുന്നവനാണ്. മിന്നൽ അവരുടെ കാഴ്ചകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. അതവർക്ക് പ്രകാശം നൽകുമ്പോഴെല്ലാം അവരതിലൂടെ നടക്കുന്നു. അതവർക്കിരുട്ടായിരിക്കുമ്പോൾ അവർ നിശ്ചലരായി നിൽക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവൻ എടുത്തുകളയുമായിരുന്നു. നിശ്ചയമായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാണ്. അല്ലയോ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നതിനു വേണ്ടി. നിങ്ങൾക്കു വേണ്ടി ഭൂമിയെ ഒരു വിരിപ്പും ആകാശത്തെ മേൽത്തട്ടുമാക്കുകയും മേഘത്തിൽ നിന്നും ജലം വർഷിപ്പിച്ച് അതു മുഖേന നിങ്ങൾക്ക് ഫലവർഗങ്ങളിൽ നിന്നുള്ള ആഹാരത്തെ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തവനാണവൻ. അതിനാൽ നിങ്ങൾ അറിയുന്നവരായിരിക്കെ അള്ളാഹുവിന് സമന്മാരെ സങ്കൽപ്പിക്കരുത്. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചതു സംബന്ധിച്ച് വല്ല വിധത്തിലും നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ഇതിനു തുല്യമായതിൽ നിന്നൊരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. അതിനായി അള്ളാഹുവിനു പുറമേയുള്ള നിങ്ങളുടെ സാക്ഷികളെയും സഹായികളെയും വിളിച്ചുകൊള്ളുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ
അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. മനുഷ്യരും കല്ലുകളും വിറകായുള്ള അഗ്നിയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക, അത് അവിശ്വാസികൾക്കായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങളുണ്ട്. അവിടെ വച്ച് അവർക്ക് കായ്കനികളിൽ നിന്ന് വല്ലതും ആഹാരമായി നൽകപ്പെടുമ്പോഴെല്ലാം ഇത് മുമ്പ് ഞങ്ങൾക്ക് ഐഹിക ജീവിതത്തിൽ നൽകപ്പെട്ടിരുന്നതു തന്നെയാണെന്നവർ പറയും. സദൃശമായ വിധത്തിലാണ് അതവർക്ക് നൽകപ്പെടുക. അവിടെ അവർക്ക് പരിശുദ്ധരായ ഇണകളും ഉണ്ടായിരിക്കും. അവരതിൽ നിത്യവാസികളുമായിരിക്കും. ഒരു കൊതുകിനെയോ അതിനപ്പുറമുള്ള അതിലും നിസ്സാരമായ മറ്റു വല്ലതിനെയോ ഉപമയായി എടുത്തു കാണിക്കുന്നതിന് അല്ലാഹു ലജ്ജിക്കുന്നില്ല. അപ്പോൾ വിശ്വാസികൾ അത് തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യമാണെന്ന് മനസ്സിലാക്കും. നിഷേധികളാകട്ടെ ഈ ഉപമ മുഖേന അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. എന്നാൽ യാഥാർത്ഥ്യമിതാണ്, ഇത് ഖുർആൻ മുഖേന അല്ലാഹു പലരെയും വഴിതെറ്റിയവരായി വിധിക്കുന്നു, പലരെയും സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്നു. എന്നാൽ ആജ്ഞാലംഘകരെയല്ലാതെ മറ്റാരെയും ഇത് മുഖേന അവൻ വഴിതെറ്റിയവരായി വിധിക്കുന്നില്ല. അല്ലാഹുമായുള്ള കരാറിന് ഉറപ്പിച്ച ശേഷം അത് ലംഘിക്കുകയും ചേർക്കുവാൻ അല്ലാഹു കൽപ്പിച്ചതിനെ വേർപ്പെടുത്തുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരത്രേ അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ എങ്ങനെ നിഷേധിക്കും? നിങ്ങൾ നിർജീവരായിരുന്നു, എന്നിട്ട് നിങ്ങളെ അവൻ ജീവനുള്ളവരാക്കി. ഇനി അവൻ നിങ്ങളെ മരിപ്പിക്കുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ അവനിലേക്കു തന്നെ മടക്കപ്പെടുന്നതുമാണ്. ഭൂമിയിലുള്ളതൊക്കെയും നിങ്ങൾക്കു വേണ്ടി സൃഷ്ടിച്ചവനാണവൻ. എന്നിട്ടവൻ ആകാശങ്ങളുടെ നേരെ തിരിഞ്ഞു അവയെ 7 ആകാശങ്ങളായി ശരിപ്പെടുത്തുകയും ചെയ്തു. അവനെല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്നവനത്രേ. ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോകുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ? ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇതിനുത്തരമായി അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. അവൻ അല്ലാഹു ആദമിന് എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അനന്തരം അവൻ ആ നാമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നവയെ മലക്കുകളുടെ മുമ്പിൽ വച്ചുകാട്ടി. എന്നിട്ടവൻ പറഞ്ഞു, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എന്തെന്ന് എന്നോട് പറയുക. അവർ പറഞ്ഞു, നീ പരിശുദ്ധനാണ്. ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്ക് യാതൊരറിവുമില്ല. നിശ്ചയമായും സർവജ്ഞനും യുക്തിജ്ഞനും നീ തന്നെയാകുന്നു. അപ്പോൾ അവൻ അല്ലാഹു പറഞ്ഞു, ആദം, നീ അവയുടെ നാമങ്ങൾ അവർക്ക് മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുക. അപ്രകാരം അദ്ദേഹം അവയുടെ നാമങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ അവൻ അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യകാര്യങ്ങൾ എനിക്കറിയാമെന്നും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചുവെക്കുന്നതും ഞാൻ അറിയുന്നുവെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ ആദമിനി വഴിപ്പെടുക എന്ന് മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം സ്മരിക്കുക. അപ്പോൾ അവർ വഴിപ്പെട്ടു. പക്ഷേ ഇബ്ലീസ് വഴിപ്പെട്ടില്ല. അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. അവൻ നിഷേധികളിൽപ്പെട്ടവനായിരുന്നു. നാം പറഞ്ഞു, ആദമേ, നീയും നിന്റെ പത്നിയും ഈ തോട്ടത്തിൽ വസിക്കുകയും അവിടെ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്തുനിന്ന് സുഭിക്ഷമായി ഭക്ഷിക്കുകയും ചെയ്തുകൊള്ളുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത്. സമീപിച്ചാൽ നിങ്ങൾ അധർമ്മികളായി ഭവിക്കും. പിന്നീട് പിശാചതു വൃക്ഷം മുഖേന അവരെ 2 പേരെയും വ്യതിചലിപ്പിച്ചു. അങ്ങനെ 2 പേരെയും അവരുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും അവൻ പിശാച് പുറന്തള്ളി. നാം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോവുക. നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാണ്. ഗ്രഹിച്ചുകൊള്ളുക, ഭൂമിയിൽ നിങ്ങൾക്കൊരു നിശ്ചിത കാലം വരെ വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ ആദം തൻ്റെ നാഥനിൽ നിന്നും ചില പ്രാർത്ഥനാ വചനങ്ങൾ പഠിച്ചു. അപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു.
അപ്പോൾ അവൻ അല്ലാഹു അദ്ദേഹത്തിൻ്റെ നേരെ കാരുണ്യത്തോടെ തിരിഞ്ഞു. തീർച്ചയായും അവൻ സർവദാ കാരുണ്യത്തോടെ തിരിയുന്നവനും അതീവ ദയാലുവുമാകുന്നു. അപ്പോൾ നാം പറഞ്ഞു, നിങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ. ഓർക്കുക, പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ എന്നിൽ നിന്നുള്ള മാർഗദർശനം വരികയാണെങ്കിൽ അപ്പോൾ ആർ എൻ്റെ മാർഗദർശനത്തെ പിന്തുടരുന്നുവോ അവർക്ക് ഭാവിയെപ്പറ്റി യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല, അവർ കഴിഞ്ഞതിനെപ്പറ്റി വ്യസനിക്കുന്നതുമല്ല. എന്നാൽ നിഷേധിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്യുന്നവർ നരകാവകാശികളാകുന്നു. അവരവിടെ ചിരകാലം വസിക്കുന്നവരായിരിക്കും. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എൻ്റെ അനുഗ്രഹത്തെ സ്മരിക്കുക. എന്നോട് ചെയ്ത കരാർ നിങ്ങൾ പാലിക്കുക. എന്നാൽ നിങ്ങളോടുള്ള കരാർ ഞാനും പാലിക്കുന്നതാണ്. നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക. നിങ്ങളുടെ അടുക്കലുള്ളത് പൂർവഗ്രന്ഥങ്ങൾ ശരിവച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിച്ചതിൽ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. അതിനെ നിഷേധിക്കുന്നതിൽ നിങ്ങൾ മുമ്പന്മാരാകരുത്. എൻ്റെ വചനങ്ങൾക്കു പകരം തുച്ഛവില വാങ്ങുകയുമരുത്. എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. നിങ്ങൾ അറിയുന്നവരായിരിക്കെ സത്യത്തെ അസത്യവുമായി കലർത്തുകയും സത്യം മറച്ചുവയ്ക്കുകയും ചെയ്യരുത്. നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അല്ലാഹുവിനെ നമിക്കുന്നവരോടൊപ്പം നമിക്കുകയും ചെയ്യുക. നിങ്ങൾ ജനങ്ങളോട് നന്മ ഉപദേശിക്കുകയും നിങ്ങളെ സ്വയം വിസ്മരിക്കുകയുമാണോ ചെയ്യുന്നത്? നിങ്ങൾ ഗ്രന്ഥം വായിക്കുന്നുണ്ട് താനും, എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? സഹനവും പ്രാർത്ഥനയും മുഖേന നിങ്ങൾ സഹായാർത്ഥന ചെയ്യുവിൻ. വിനയാന്വിതരായവർക്ക് തീർച്ചയായും അത് ഭാരമേറിയതാകുന്നു. തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുന്നവരും അവനിലേക്കു തന്നെ മടങ്ങിച്ചെല്ലുന്നവരുമാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്ന വിനയാന്വിതർ. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എൻ്റെ അനുഗ്രഹവും സമസ്ത ലോകരിൽ വച്ചു നിങ്ങളെ ഞാൻ ഉത്കൃഷ്ടരാക്കിയിരുന്ന കാര്യവും നിങ്ങൾ സ്മരിക്കുക. ഒരാളും മറ്റൊരാൾക്ക് യാതൊന്നിലും പകരമാവാത്തതും, ആരിൽ നിന്നും ഒരു ശുപാർശയും അംഗീകരിക്കപ്പെടാത്തതും, ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്തതും, ആരും സഹായിക്കപ്പെടാത്തതുമായ ഒരു നാളിനെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ പുരുഷ സന്താനങ്ങളെ അറുകൊല ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കുവാൻ വിട്ടുകൊണ്ടും നിങ്ങൾക്ക് നിഷ്ഠൂരമായ പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടുമിരിക്കുന്ന ഫിറോന്റെ കൂട്ടരിൽ നിന്ന് നാം നിങ്ങളെ രക്ഷിച്ച സന്ദർഭം ഓർക്കുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് കടുത്ത പരീക്ഷണമാണുണ്ടായിരുന്നത്. നിങ്ങൾക്കായി നാം സമുദ്രങ്ങളെ പിളർക്കുകയും അങ്ങനെ നാം നിങ്ങളെ രക്ഷപ്പെടുത്തുകയും നിങ്ങൾ നോക്കി നിൽക്കവേ ഫിറോന്റെ ആളുകളെ നാം മുക്കിക്കളയുകയും ചെയ്ത സന്ദർഭവും സ്മരിക്കുക. നാം മൂസയ്ക്ക് 40 രാവുകൾ വാഗ്ദാനം ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിങ്ങൾ അധർമ്മികളായിക്കൊണ്ട് പശുക്കുട്ടിയെ ആരാധ്യവസ്തുവാക്കി. ആ സംഭവത്തെയും സ്മരിക്കുക. എന്നിട്ട് നാം അതിനുശേഷം നിങ്ങൾക്ക് മാപ്പു നൽകി, നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിനു വേണ്ടി. നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിനായി മൂസയ്ക്ക് നാം ഗ്രന്ഥവും സത്യാസത്യ വിവേചന ദൃഷ്ടാന്തങ്ങളും പ്രദാനം ചെയ്ത സന്ദർഭവും ഓർക്കുക. മൂസ തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും, എൻ്റെ ജനങ്ങളെ, പശുക്കുട്ടിയെ ആരാധ്യവസ്തുവായി വരിക്കുക നിമിത്തം തീർച്ചയായും നിങ്ങൾ നിങ്ങളോട് സ്വയം അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സ്രഷ്ടാവിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും നിങ്ങൾ നിങ്ങളെ തന്നെ നിഗ്രഹിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സ്രഷ്ടാവിങ്കൽ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് അതാണ്. അങ്ങനെ അവൻ നിങ്ങളുടെ നേരെ കാരുണ്യത്തോടെ തിരിഞ്ഞു. തീർച്ചയായും അവൻ വളരെയധികം കാരുണ്യത്തോടെ തിരിയുന്നവനും മഹാദാക്ഷിണ്യവാനുമത്രേ. ഓ മൂസ, ഞങ്ങൾ അല്ലാഹുവിനെ പ്രത്യക്ഷമായി കാണുന്നതുവരെ നിന്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുകയേയില്ലെന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ഒരു നാശകരമായ ശിക്ഷ നിങ്ങളെ പിടികൂടി. പിന്നീട് നിങ്ങൾ കൃതജ്ഞരായിരിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ നാശത്തിനു ശേഷം നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു. നാം നിങ്ങൾക്ക് മേഘക്കുട ചൂടിത്തരികയും മന്നയും സൽവായും നിങ്ങൾക്ക് ഇറക്കിത്തരികയും നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള നല്ല സാധനങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുകയെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അവർ നമുക്ക് യാതൊരു നഷ്ടവും വരുത്തിയിട്ടില്ല. പ്രത്യുത അവർ തങ്ങൾക്കു തന്നെ നഷ്ടം വരുത്തുകയായിരുന്നു. നാം അവരോട് പറഞ്ഞ സന്ദർഭവും ഓർക്കുക. നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിച്ച്
അവിടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നിടത്തു നിന്നു യഥാസുഖം ഭക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ വണക്കത്തോടുകൂടി വാതിൽ കടക്കുകയും പാപഭാരം ലഘൂകരിക്കപ്പെടണമേ എന്നു ഞങ്ങൾ അപേക്ഷിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നാം നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. സുഹൃതവാന്മാർക്ക് പ്രതിഫലം നാം വർദ്ധിപ്പിക്കുന്നതുമാണ്. എന്നാൽ അധർമ്മം പ്രവർത്തിച്ചവർ അവരോട് പറയപ്പെട്ടിട്ടില്ലാത്ത മറ്റൊരു വാക്കായി അതിനെ മാറ്റി. അതിനാൽ ആ ധർമ്മകാരികളുടെ മേൽ നാം ആകാശത്തു നിന്നും ഒരു ശിക്ഷ ഇറക്കി, അവർ ആജ്ഞാലംഘകരായിരുന്നതു നിമിത്തം. മൂസ തൻ്റെ ജനങ്ങൾക്കു വേണ്ടി വെള്ളത്തിനായി പ്രാർത്ഥിച്ച സന്ദർഭവും ഓർക്കുക. അപ്പോൾ നാം പറഞ്ഞു, നിന്റെ വടികൊണ്ട് ആ കല്ലിന്മേലടിക്കുക. അങ്ങനെ അതിൽ നിന്നും 12 ഉറവകൾ പൊട്ടിയൊഴുകി. എല്ലാ ആളുകളും അവരവരുടെ പാനസ്ഥലം തിരിച്ചറിഞ്ഞു. അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്നു നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. നാശകാരികളായി നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടു. നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. ഓ മൂസ, ഒരേ തരം ആഹാരം കൊണ്ട് തൃപ്തരായി കഴിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനാൽ ഞങ്ങൾക്കായി നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഭൂമിയിലെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ചീര, കക്കരി, ഗോതമ്പ്, പയറ്, ഉള്ളി എന്നിവ ഞങ്ങൾക്കു വേണ്ടി അവൻ ഉൽപ്പാദിപ്പിച്ചു തരട്ടെ. അദ്ദേഹം പറഞ്ഞു, ഉത്തമമായതിനു പകരം അധമമായതാണോ നിങ്ങൾ കാംക്ഷിക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ പോയിക്കൊള്ളുക. എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിക്കും. അവരുടെ മേൽ ഹീനത്വവും ദൈന്യവും മുദ്രിതമാവുകയും അവർ അല്ലാഹുവിൻ്റെ ക്രോധത്തിന് പാത്രമാവുകയും ചെയ്തു. അതാകട്ടെ, അവർ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിരുന്നു. മാത്രമല്ല, അവർ ധിക്കരിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നതിൻ്റെ ഫലവും അത്രേ അത്. വിശ്വാസികളോ യഹൂദികളോ ക്രിസ്ത്യാനികളോ സാബികളോ ആരായിരുന്നാലും അല്ലാഹുവിലും അന്ത്യനാളിലും പരിപൂർണമായി വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നതായാൽ നിശ്ചയമായും അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അനുയോജ്യമായ പ്രതിഫലമുണ്ട്. ഭാവിയെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല. കഴിഞ്ഞതിനെ സംബന്ധിച്ച് അവർ ദുഃഖിക്കുന്നതുമല്ല. നാം നിങ്ങളോട് കരാർ വാങ്ങുകയും നിങ്ങളുടെ മീതെയായി മലയെ ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. നാം പറഞ്ഞു, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളത് മുറുകെ പിടിക്കുക, അതിലുള്ളത് ഓർമ്മിക്കുക, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുന്നവരാകുവാൻ വേണ്ടി. എന്നിട്ട് നിങ്ങൾ അതിനുശേഷം പിന്തിരിഞ്ഞു കളഞ്ഞു. നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെട്ടു പോകുമായിരുന്നു. ശബത്ത് ദിവസം ശനിയാഴ്ചയെ സംബന്ധിച്ച കാര്യത്തിൽ നിങ്ങളിൽ അതിക്രമം പ്രവർത്തിച്ചവരെപ്പറ്റി നിങ്ങൾക്ക് നല്ല പോലെ അറിവുള്ളതാണല്ലോ. അന്നേരം നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായിത്തീരുവിൻ എന്ന് നാം അവരോട് പറഞ്ഞു. അങ്ങനെ നാം ആ സംഭവം അന്നുള്ളവർക്കും പിൽക്കാലത്തുള്ളവർക്കും ഒരു പാഠവും ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഒരു സതുപദേശവുമാക്കി. അല്ലാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കുവാൻ ആജ്ഞാപിക്കുന്നു എന്ന് മൂസ തൻ്റെ ജനത്തോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അവർ ചോദിച്ചു, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിവേകികളിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് അല്ലാഹുവിനെ അഭയം പ്രാപിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്കു വേണ്ടി നീ നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. അത് ഏതു തരം പശുവാണെന്ന് അവൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ. അദ്ദേഹം പറഞ്ഞു, അത് അധികം പ്രായം കൂടിയതോ പ്രായം കുറഞ്ഞതോ അല്ല, അത് പൂർണ്ണ വളർച്ചയെത്തിയ ഇടത്തരം പശുവായിരിക്കണമെന്ന് അവൻ അല്ലാഹു പറയുന്നു. അതുകൊണ്ട് നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക. അവർ പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. അതിൻ്റെ നിറമെന്താണെന്ന് അവൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ. അദ്ദേഹം പറഞ്ഞു, അത് കാണികൾക്ക് ആഹ്ലാദം ജനിപ്പിക്കുന്ന ശുദ്ധ മഞ്ഞ നിറമുള്ള പശുവാണെന്നവൻ അല്ലാഹു പറയുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക. അത് ഏതു തരത്തിലുള്ളതാണെന്ന് അവൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ. പശുക്കൾ അന്യോന്യ സദൃശങ്ങളായി ഞങ്ങൾക്ക് കാണപ്പെടുന്നു. അല്ലാഹു ഇച്ഛിക്കുന്ന പക്ഷം നിശ്ചയമായും ഞങ്ങൾ നേർവഴി പ്രാപിക്കും. അദ്ദേഹം പറഞ്ഞു, അത് ഭൂമി ഉഴുതുന്നതിനോ കൃഷി നനയ്ക്കുന്നതിനോ ഉപയോഗിച്ചിട്ടില്ലാത്തതും അന്യൂനമായതും യാതൊരു പാടുമില്ലാത്തതുമായ പശുവാണെന്നവൻ അല്ലാഹു പറയുന്നു.
അവർ പറഞ്ഞു, ഇപ്പോൾ നീ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അവർ അതിനെ അറുത്തു. അവരത് നിർവഹിക്കുവാൻ സന്നദ്ധരായിരുന്നില്ല. നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും എന്നിട്ട് അത് സംബന്ധമായി നിങ്ങൾ പരസ്പരം ഭിന്നാഭിപ്രായക്കാരാവുകയും ചെയ്ത അവസരവും സ്മരിക്കുക. അല്ലാഹുവാകട്ടെ നിങ്ങൾ മറച്ചുവെച്ചുകൊണ്ടിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ്. അപ്പോൾ നാം പറഞ്ഞു, ഈ സംഭവത്തെ ഇതുപോലുള്ള മറ്റു ചില സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുക. എന്നാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാകും. ഇപ്രകാരം അല്ലാഹു മരിച്ചവരെ ജീവിപ്പിക്കുകയും നിങ്ങൾക്ക് തൻ്റെ അടയാളങ്ങൾ കാണിച്ചു തരികയും ചെയ്യുന്നു, നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുന്നതിനു വേണ്ടി. അതിനുശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അങ്ങനെ അത് പാറക്കല്ലുകൾ കണക്കെയോ അതിനേക്കാൾ കഠിനമോ ആയിരിക്കുകയാണ്. നിശ്ചയമായും പാറകളിൽ തന്നെ അരുവികൾ അതിൽ നിന്നും പൊട്ടിയൊഴുകുന്ന ചിലതുണ്ട്. അവയിൽ സ്വയം പൊട്ടിപ്പിളരുന്ന ചിലതുമുണ്ട്. അങ്ങനെ അവയിൽ നിന്ന് വെള്ളം നിർഗമിക്കുന്നു. അല്ലാഹുവിനെ ഭയപ്പെട്ടതിനാൽ കീഴ്പോട്ട് പതിക്കുന്ന ചിലതും അവയിലുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല. അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അവരിൽ ഒരു വിഭാഗക്കാർ അല്ലാഹുവിൻ്റെ വചനങ്ങളെ കേൾക്കുകയും പിന്നെ അവ ഗ്രഹിച്ച ശേഷം മനഃപൂർവ്വം മാറ്റിമറിക്കുകയും ചെയ്യുന്നവരാണല്ലോ. വിശ്വാസികളെ കാണുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. അവരിൽ ചിലർ മറ്റു ചിലരുമായി തനിച്ചാകുമ്പോൾ അന്യോന്യം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പറയും, അല്ലാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ? അതിൻ്റെ ഫലമിതായിരിക്കും, നിങ്ങളുടെ നാഥൻ്റെ സന്നിധിയിൽ അത് മുഖേന നിങ്ങൾക്കെതിരായി അവർ ന്യായവാദം ചെയ്യും. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അവർ രഹസ്യമാക്കി വയ്ക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ? അവരിൽ ചിലർ നിരക്ഷരരാകുന്നു. ചില വ്യാജസങ്കല്പങ്ങളല്ലാതെ അവർ തങ്ങളുടെ ഗ്രന്ഥത്തെ സംബന്ധിച്ച് യാതൊന്നും അറിയുന്നില്ല. അവർ ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനാൽ തങ്ങളുടെ കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതുകയും പിന്നെ അതിനു പകരം തുച്ഛമായ വില വാങ്ങുവാനായി ഇത് അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് നാശം. ഏതൊന്ന് അവരുടെ കൈകൾ എഴുതിയുണ്ടാക്കിയോ അതു നിമിത്തവും അവർക്ക് നാശം. അവർ ഏതൊന്ന് സമ്പാദിക്കുന്നുവോ അതുമൂലവും അവർക്ക് നാശം. ഏതാനും ദിവസങ്ങളല്ലാതെ നരകാഗ്നി ഞങ്ങളെ സ്പർശിക്കുകയില്ലെന്നവർ പറയുന്നു. നീ അവരോട് പറയുക, അല്ലാഹുവിൽ നിന്നു നിങ്ങൾ വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലാഹു തൻ്റെ കരാർ ഒരിക്കലും ലംഘിക്കുകയില്ല. അല്ലെങ്കിൽ അല്ലാഹുവിനെക്കുറിച്ച് നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ജൽപ്പിക്കുകയാണോ? അങ്ങനെയല്ല, ആർ ദുഷ്കൃത്യം ചെയ്യുകയും അവരുടെ പാപം അവരെ വലയം ചെയ്യുകയും ചെയ്യുന്നുവോ അത്തരക്കാർ നരകാവകാശികളത്രേ. അവരതിൽ ചിരകാലം വസിക്കുന്നവരുമായിരിക്കും. ആരാണോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവർ സ്വർഗാവകാശികളാകുന്നു. അവരതിൽ ശാശ്വതമായി വസിക്കുന്നവരത്രേ. നാം ഇസ്രായേൽ സന്തതികളിൽ നിന്ന് കരാർ വാങ്ങിയ സന്ദർഭവും ഓർക്കുക. നിങ്ങൾ അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കരുത്. മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും നിങ്ങൾ നന്മ ചെയ്യുക. ജനങ്ങളോട് നല്ല വാക്കു പറയുക. നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങളിൽ നിന്ന് ചുരുക്കം പേരൊഴികെ നിങ്ങൾ ബാക്കിയെല്ലാവരും വിമുഖരായി പിന്തിരിഞ്ഞു കളഞ്ഞു. നിങ്ങൾ അന്യോന്യം രക്തം ചിന്തുകയില്ലെന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആളുകളെ പുറത്താക്കുകയില്ലെന്നും നാം നിങ്ങളോട് കരാർ വാങ്ങുകയും എന്നിട്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അത് സമ്മതിക്കുകയും ചെയ്തിരുന്ന അവസരവും സ്മരിക്കുക. പിന്നെ നിങ്ങളിതാ പരസ്പരം കൊല നടത്തുകയും നിങ്ങളിൽ ഒരു കൂട്ടർക്കെതിരായി പാപമായും അക്രമമായും അന്യോന്യം സഹകരിച്ചുകൊണ്ട് അവരെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു. അവർ തടവുകാരായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവരെ മോചനമൂല്യം വാങ്ങി വിട്ടയക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരെ ബഹിഷ്കരിക്കുന്നത് നിങ്ങൾക്ക് വിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രന്ഥത്തിൽ നിന്നു ചില ഭാഗം വിശ്വസിക്കുകയും ചിലത് അവിശ്വസിക്കുകയുമാണോ ചെയ്യുന്നത്? എന്നാൽ നിങ്ങളിൽ ആരത് ചെയ്യുന്നുവോ അവർക്ക് ഐഹിക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റെന്താണ് പ്രതിഫലം? പുനരുദ്ധാന നാളിലാകട്ടെ അവർ അതികഠിനമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടുന്നതുമാണ്.
നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല. പരലോകത്തിനു പകരം ഐഹിക ജീവിതത്തെ ക്രയം ചെയ്തിട്ടുള്ളവരാണവർ. തന്നിമിത്തം അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതല്ല, അവർ സഹായിക്കപ്പെടുന്നതുമല്ല. തീർച്ചയായും മൂസാക്ക് നാം ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തെ പിന്തുടർന്ന് പ്രവാചകന്മാരെ നാം അയക്കുകയും ചെയ്തു. മറിയമിന്റെ മകൻ ഈസയ്ക്ക് നാം സ്പഷ്ടമായ തെളിവുകൾ നൽകുകയും പരിശുദ്ധാത്മാവിനെ കൊണ്ട് അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ എല്ലാവരെയും നിങ്ങൾ എതിർത്തു. അപ്പോൾ നിങ്ങളുടെ മനസ്സുകൾ ഇഷ്ടപ്പെടാത്ത സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ ഓരോ ദൂതൻ വരുമ്പോഴും നിങ്ങൾ ഗർവ് കാണിക്കുകയും അങ്ങനെ അവരിൽ ചിലരെ നിങ്ങൾ നിഷേധിച്ചു തള്ളുകയും മറ്റു ചിലരെ നിങ്ങൾ കൊലപ്പെടുത്തുകയുമാണോ ചെയ്യുന്നത്? ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടിരിക്കുകയാണെന്ന് അവർ പറയുന്നു. അല്ല, അവരുടെ നിഷേധം മൂലം അല്ലാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. അതിനാൽ അല്പം മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. അവരുടെ അടുക്കലുള്ള ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ സത്യമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു ഗ്രന്ഥം അല്ലാഹുവിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അതിനു മുമ്പ് അവിശ്വാസികൾക്കെതിരെ വിജയസിദ്ധിക്കായി അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവർ അറിഞ്ഞിരുന്ന ഒരു സത്യം ഖുർആൻ അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവരതിനെ നിരാകരിക്കുകയാണുണ്ടായത്. അതിനാൽ ആ നിഷേധികൾക്ക് അല്ലാഹുവിൻ്റെ ശാപം. അവരുടെ ആത്മാക്കളെ വിറ്റുകൊണ്ട് പകരമായി കിട്ടിയത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അതായത് അല്ലാഹു തൻ്റെ ദാസന്മാരിൽ അവനിച്ഛിക്കുന്നവർക്ക് തൻ്റെ അനുഗ്രഹം ഇറക്കുന്നതിലുള്ള വിദ്വേഷം നിമിത്തം അവൻ അവതരിപ്പിച്ചതിനെ നിഷേധിക്കുന്നു. അതിനാൽ അവർ മേൽക്കുമേൽ കോപത്തിന് പാത്രമായിരിക്കുന്നു. നിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്. അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതിൽ വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവർ പറയുന്നു. അതിനുശേഷമുള്ളതിനെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അതാകട്ടെ അവരുടെ പക്കലുള്ളതിനെ ശരിയാണെന്ന് സ്ഥാപിക്കുന്ന സത്യമാണു താനും. പറയുക, നിങ്ങൾ വിശ്വാസികൾ തന്നെയെങ്കിൽ ഇതിനു മുമ്പ് അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരെ വധിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്തു കാരണത്താലായിരുന്നു? തീർച്ചയായും സ്പഷ്ടമായ തെളിവുകളോടുകൂടി മൂസ നിങ്ങളുടെ അടുക്കൽ വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹം സീനായ് മലയിലേക്ക് പോയപ്പോൾ നിങ്ങൾ അക്രമികളായിക്കൊണ്ട് പശുക്കുട്ടിയെ ആരാധ്യവസ്തുവാക്കി. നാം നിങ്ങളോട് കരാർ വാങ്ങുകയും നിങ്ങൾക്കുമീതെ സീനാമലയെ ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. നാം നിങ്ങൾക്ക് നൽകിയതിനെ മുറുകെ പിടിക്കുകയും കേട്ട് അനുസരിക്കുകയും ചെയ്യുക എന്നു നാം പറഞ്ഞു. എന്നാൽ ഞങ്ങൾ കേൾക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നുവെന്നാണവർ നിങ്ങളിലെ നമ്മുടെ അന്നത്തെ സംബോധിതർ മറുപടി പറഞ്ഞത്. അവരുടെ അവിശ്വാസം നിമിത്തം അവരുടെ ഹൃദയങ്ങളിൽ പശുക്കുട്ടിയോടുള്ള സ്നേഹം നിലീനമാക്കപ്പെട്ടു. പറയുക, നിങ്ങൾ വിശ്വാസികളാണെന്ന് വാദിക്കുന്നുവെങ്കിൽ ഏതൊന്നിനായി നിങ്ങളുടെ ആ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നുവോ അത് വളരെ നീചം തന്നെ. പറയുക, മറ്റു മനുഷ്യർക്കില്ലാതെ അല്ലാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കു മാത്രമാണ് പരലോക വിജയമെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. എന്നാൽ അവരുടെ കൈകൾ നേരത്തെ ചെയ്തു വെച്ച പാപകൃത്യങ്ങൾ നിമിത്തം അവർ അതിനായി ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അല്ലാഹു അധർമ്മികളെ സംബന്ധിച്ച് നല്ലവണ്ണം അറിയുന്നവനത്രേ. ജനങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ജീവിക്കുവാൻ ആസക്തിയുള്ളവരായി അവരെയും ബഹുദൈവ വിശ്വാസികളിൽ ചിലരെയും നിനക്കു കാണാം. 1000 വർഷം ജീവിച്ചാൽ കൊള്ളാമെന്ന് അവരിൽ ഓരോരുത്തനും ആഗ്രഹിക്കുന്നു. എന്നാൽ അവന് ദീർഘായുസ് ലഭിക്കുകയെന്നത് അവനെ ശിക്ഷയിൽ നിന്ന് യാതൊരു വിധത്തിലും ഒഴിവാക്കുന്നതല്ല. അവർ പ്രവർത്തിക്കുന്നത് അല്ലാഹു നല്ലവണ്ണം കണ്ടുകൊണ്ടിരിക്കുന്നു. പറയുക, ജിബ്രീൽ അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം ഇതിനെ, ഖുർആനെ, അതിനു മുമ്പിലുള്ളതിനെ, ദൈവിക ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതും സത്യവിശ്വാസികൾക്ക് സന്മാർഗവും സുവിശേഷവും നൽകുന്നതുമായ നിലയിൽ നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ച കാരണത്താൽ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ശത്രുവാകുന്നുവെങ്കിൽ അവർ ഓർത്തിരിക്കട്ടെ, ഏതൊരാൾ അല്ലാഹുവിൻ്റെയും അവൻ്റെ മലക്കുകളുടെയും അവൻ്റെ ദൂതന്മാരുടെയും വിശിഷ്യ ജിബ്രീലിൻ്റെയും മീകായീലിൻ്റെയും ശത്രുവാകുന്നുവോ നിശ്ചയമായും അല്ലാഹു അത്തരം നിഷേധികളുടെ ശത്രുവാകുന്നു. തീർച്ചയായും നാം
നിനക്ക് സ്പഷ്ടമായ തെളിവുകൾ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ആജ്ഞാലംഘകരല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല. എന്ത് അവർ ഓരോ കരാർ ചെയ്തപ്പോഴും അവരിൽ ഒരു വിഭാഗം അതിനെ വലിച്ചെറിയുകയാണല്ലോ ചെയ്തത്. എന്നല്ല, അവരിൽ അധികം പേരും വിശ്വസിക്കുന്നേയില്ല. അവരുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൽ നിന്നൊരു ദൂതൻ അവരുടെ അടുക്കൽ വന്നപ്പോൾ ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു വിഭാഗം അറിയാത്ത ഭാവത്തിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ പിന്നിലേക്ക് തള്ളിമാറ്റിക്കളഞ്ഞു. സുലൈമാന്റെ ഭരണകൂടത്തിനെതിരെ പിശാചുക്കൾ, രാജ്യദ്രോഹികൾ അനുവർത്തിച്ചിരുന്ന നയം ഇവർ യഹൂദർ പിന്തുടർന്നിരിക്കുകയാണ്. സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല, എന്നാൽ പിശാചുക്കളാണ് അവിശ്വസിച്ചിരുന്നത്. അവർ ജനങ്ങൾക്ക് വഞ്ചനാകൃത്യം പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഈ യഹൂദരുടെ വാദപ്രകാരം ബാബിലോണിയയിലെ 2 മലക്കുകളായ ഹാറൂത്ത്, മാറൂത്ത് എന്നിവർക്ക് ഇറക്കപ്പെട്ടതിനെയും അവർ പിൻപറ്റുന്നു. പക്ഷേ നിശ്ചയമായും ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്. അതിനാൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങളെ നിരാകരിക്കരുതെന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ 2 പേരും ആർക്കും ഒന്നും തന്നെ പഠിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇവർ, ഈ യഹൂദർ, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്യ അവർ 2 പേരിൽ നിന്നും അവരുടെ ചരിത്ര സംഭവത്തിൽ നിന്നും പഠിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ ഹാറൂത്തും മാറൂത്തും അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ അതുമൂലം ആർക്കും ഒരു ഉപദ്രവവും ഏൽപ്പിക്കാറുണ്ടായിരുന്നില്ല. ഇതിനെതിരായി തങ്ങൾക്കു തന്നെ ഉപദ്രവകരമായതും ഉപകരിക്കാത്തതുമായ കാര്യങ്ങളാണ് ഇവർ, ഈ യഹൂദികൾ പഠിപ്പിക്കുന്നത്. ഈ മാർഗം കൈക്കൊണ്ടിട്ടുള്ളവർക്ക് പരലോകത്ത് യാതൊരംശവുമില്ലെന്ന് അവർ നല്ലവണ്ണം അറിഞ്ഞിട്ടുണ്ട്. എന്തിനു പകരം അവർ സ്വന്തം ആത്മാക്കളെ വിറ്റിരിക്കുന്നുവോ അതത്ര നികൃഷ്ടം. അവർ ഇത് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ, അവർ വിശ്വസിക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഏറ്റവും ഉത്തമമാകുമായിരുന്നു. അവർ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ. സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവാചകനെ അഭിസംബോധന ചെയ്തു റായിന, ഞങ്ങളെ പരിഗണിക്കണമെന്ന് പറയരുത്. ഉൻലുർന, ഞങ്ങളെ നോക്കുക എന്ന് പറയുകയും വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. ഓർമ്മിക്കുക, സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും പ്രവാചകന്മാരെ നിഷേധിച്ചിട്ടുള്ളവർ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ഇറക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ കാരുണ്യം പ്രത്യേകമായി നൽകുന്നു. അള്ളാഹു മഹത്തായ അനുഗ്രഹത്തിൻ്റെ നാഥനാകുന്നു. ഏതെങ്കിലും ഒരു സന്ദേശം നാം ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിസ്മൃതമാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമോ തത്തുല്യമോ ആയത് നാം കൊണ്ടുവരുന്നതാണ്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാണെന്ന് നീ അറിഞ്ഞിട്ടില്ലേ? ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിനു മാത്രമുള്ളതാണെന്നും അള്ളാഹുവല്ലാതെ നിങ്ങൾക്ക് വല്ല രക്ഷാധികാരിയോ സഹായിയോ ഇല്ലെന്നും നീ അറിഞ്ഞിട്ടില്ലേ? ഇതിനു മുമ്പ് മൂസായോട് ചോദ്യം ചെയ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ പ്രവാചകനോട് നിങ്ങളും ചോദ്യം ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണോ? ആരാണോ വിശ്വാസത്തിനു പകരം സത്യനിഷേധം സ്വീകരിക്കുന്നത് അവൻ തീർച്ചയായും നേർവഴിയിൽ നിന്നു വ്യതിചലിച്ചു പോയതു തന്നെ. വേദക്കാരിൽ ബഹുഭൂരിഭാഗവും അവർക്ക് സത്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടും അവരുടെ ഉള്ളിലെ അസൂയ നിമിത്തം നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിനു ശേഷം നിഷേധികളാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൻ്റെ വിധി നടപ്പിൽ വരുത്തുന്നതുവരെ നിങ്ങൾ അവരോട് പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. നിശ്ചയമായും അള്ളാഹു അവനുദ്ദേശിക്കുന്ന സർവകാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാകുന്നു. നമസ്കാരം മുറപ്രകാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും നന്മ നിങ്ങൾക്കായി മുൻകൂട്ടി ചെയ്തു വെക്കുന്നതായാൽ അള്ളാഹുവിങ്കൽ അത് നിങ്ങൾ കണ്ടെത്തുന്നതാണ്. ഓർക്കുക, നിശ്ചയമായും നിങ്ങൾ ചെയ്യുന്നതെല്ലാം അള്ളാഹു നല്ലവണ്ണം കണ്ടുകൊണ്ടിരിക്കുന്നു. യഹൂദരും ക്രൈസ്തവരും അല്ലാതെ മറ്റാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നവർ യഹൂദികളും ക്രിസ്ത്യാനികളും പറയുന്നു. അതവരുടെ വ്യാമോഹങ്ങളാണ്. പറയുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ നിങ്ങളുടെ തെളിവ് ഹാജരാക്കുക.
അങ്ങനെയല്ല, ഏതൊരാൾ സുകൃതം ചെയ്യുന്നവനായിരിക്കെ അള്ളാഹുവിന് സ്വയം അർപ്പണം ചെയ്യുന്നുവോ അവന് തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവൻ്റെ പ്രതിഫലമുണ്ട്. അവർക്ക് ഭാവിയെക്കുറിച്ച് യാതൊന്നും ഭയപ്പെടാനില്ല, കഴിഞ്ഞതിനെക്കുറിച്ച് അവർ വ്യസനിക്കുന്നതുമല്ല. ക്രിസ്ത്യാനികൾ സത്യമായ ഒരു പ്രമാണത്തിലും നിലകൊള്ളുന്നില്ലെന്ന് യഹൂദികൾ പറയുന്നു. യഹൂദികൾ സത്യമായ ഒരു പ്രമാണത്തിലും നിലകൊള്ളുന്നില്ലെന്ന് ക്രിസ്ത്യാനികളും പറയുന്നു. അവർ ഇരുകൂട്ടരും വേദം വായിക്കുന്നുമുണ്ട്. ഇപ്രകാരം അവർ പറയുന്നത് പോലെ അറിവില്ലാത്ത മറ്റു ചിലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏതൊരു കാര്യത്തിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരുന്നുവോ അതേപ്പറ്റി പുനരുത്ഥാന നാളിൽ അള്ളാഹു അവർക്കിടയിൽ തീരുമാനം കൽപ്പിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പള്ളികളിൽ വച്ച് അവൻ്റെ നാമം സ്മരിക്കുന്നത് തടയുകയും അതുവഴി അവയുടെ നാശത്തിനായി ശ്രമിക്കുകയും ചെയ്യുന്നവനേക്കാൾ അക്രമി മറ്റാരാണ്? അള്ളാഹുവിനെ ഭയന്നുകൊണ്ടല്ലാതെ അവർക്ക് തന്നെയും അവയിൽ പ്രവേശിക്കുവാൻ അവകാശമില്ല. അവർക്ക് ഇഹത്തിൽ അപമാനമുണ്ട്, പരലോകത്ത് അവർക്ക് കഠിന ശിക്ഷയുമുണ്ടായിരിക്കും. കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റെതാകുന്നു. നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട്. നിശ്ചയമായും അള്ളാഹു വിശാലത നൽകുന്നവനും സർവജ്ഞനുമാകുന്നു. അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. ബലഹീനതകളിൽ നിന്നൊക്കെ അവനത്രയും പരിശുദ്ധൻ. മാത്രമല്ല, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അവൻ്റേതാകുന്നു. സർവവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. മുൻമാതൃകയില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനത്രേ അവൻ. ഒരു കാര്യം അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഉണ്ടാവുക എന്നു മാത്രം അവൻ പറയുന്നു, അപ്പോൾ അതുണ്ടായിത്തീരുന്നു. അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുകയോ എന്തെങ്കിലും അത്ഭുത ദൃഷ്ടാന്തം ഞങ്ങൾക്ക് വന്നു കിട്ടുകയോ ചെയ്യാത്തതെന്താണെന്ന് അറിവില്ലാത്തവർ ചോദിക്കുന്നു. ഇതേ പ്രകാരം ഇവർക്ക് മുമ്പുള്ളവരും ഇവർ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ രണ്ടു കൂട്ടരുടെയും ഹൃദയങ്ങൾ പരസ്പരം സദൃശങ്ങളായിരിക്കുകയാണ്. ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നാം എല്ലാ തരത്തിലുള്ള അടയാളങ്ങളും വ്യക്തമായി വിവരിച്ചു കൊടുത്തിരിക്കുന്നു. നിശ്ചയമായും നാം നിന്നെ സത്യത്തോടുകൂടി സുവിശേഷം അറിയിക്കുന്നവനും ശിക്ഷയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്നവനുമായി അയച്ചിരിക്കുന്നു. നരകവാസികളെ സംബന്ധിച്ച് നീ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. നീ അവരുടെ മതത്തെ പിന്തുടർന്നെങ്കിലല്ലാതെ ജൂതന്മാരും ക്രിസ്ത്യാനികളും നിന്നെപ്പറ്റി ഒരിക്കലും സംതൃപ്തരാവുകയില്ല. പറയുക, നിശ്ചയമായും സാക്ഷാൽ മാർഗദർശനം അള്ളാഹുവിൻ്റെ മാർഗദർശനം മാത്രമാകുന്നു. നിനക്ക് വന്നു കിട്ടിയ അറിവിനു ശേഷം നീ അവരുടെ സ്വേച്ഛകളെ പിന്തുടരുന്ന പക്ഷം അള്ളാഹുവിങ്കൽ നിനക്ക് യാതൊരു മിത്രവും സഹായിയും ഉണ്ടാകുന്നതല്ല. നാം ഗ്രന്ഥം നൽകിയിട്ട് മുറപ്രകാരം അതിനെ പാരായണം ചെയ്യുന്നവർ അതിൽ വിശ്വസിക്കുന്നു. ആരെങ്കിലും അതിൽ അവിശ്വസിക്കുന്നുവെങ്കിൽ അവരത്രേ നഷ്ടകാരികൾ. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എൻ്റെ അനുഗ്രഹവും ലോകജനതകളിൽ വച്ച് നിങ്ങളെ ഞാൻ ഉത്കൃഷ്ടരാക്കിയിരുന്നതും നിങ്ങൾ സ്മരിക്കുക. ഒരാളും മറ്റൊരാൾക്ക് യാതൊന്നിനും ഉപകരിക്കാത്തതും ഒരാളിൽ നിന്നും യാതൊരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്തതും ഒരാൾക്കും യാതൊരു ശുപാർശയും പ്രയോജനപ്പെടാത്തതും അവർ സഹായിക്കപ്പെടാത്തതുമായ ഒരു നാളിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇബ്രാഹീമിനെ അദ്ദേഹത്തിൻ്റെ നാഥൻ ചില കൽപ്പനകൾ വഴി പരീക്ഷിച്ച സന്ദർഭം ഓർക്കുക. അപ്പോൾ അദ്ദേഹം അവയെ പൂർത്തിയാക്കി. അവൻ, അള്ളാഹു പറഞ്ഞു, ഞാൻ നിന്നെ ജനങ്ങൾക്ക് നേതാവാക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സന്തതികളിൽ നിന്നും നേതാക്കന്മാരെ എഴുന്നേൽപ്പിക്കണമേ. അവൻ, അള്ളാഹു പറഞ്ഞു, എൻ്റെ ഉടമ്പടി അധർമ്മികൾക്ക് ബാധകമാകുകയില്ല. നാം ആ മന്ദിരത്തെ, കഅബയെ, ജനങ്ങൾക്ക് സമ്മേളന കേന്ദ്രവും ഒരു സമാധാന സങ്കേതവുമാക്കുകയും ഇബ്രാഹീമിൻ്റെ പ്രാർത്ഥനാസ്ഥാനത്തെ നിങ്ങൾ നമസ്കാര സ്ഥലമായി സ്വീകരിക്കുകയെന്ന് നാം കൽപ്പിക്കുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഭജനമിരിക്കുന്നവർക്കും നമിക്കുന്നവർക്കും സാഷ്ടാംഗം പ്രണമിക്കുന്നവർക്കുമായി എൻ്റെ മന്ദിരത്തെ നിങ്ങൾ ശുദ്ധമാക്കി വെക്കുകയെന്ന് ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം ആജ്ഞ നൽകുകയും ചെയ്തു. ഇബ്രാഹീം പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. എൻ്റെ നാഥ, നീ ഇതിനെ ഒരു നിർഭയ നഗരമാക്കുകയും ഇവിടത്തെ നിവാസികൾക്ക്
അവരിൽ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർക്ക് നാനാതരം ഫലവർഗങ്ങളിൽ നിന്ന് ആഹാരം നൽകുകയും ചെയ്യണമേ. അവൻ അല്ലാഹു പറഞ്ഞു, വിശ്വസിക്കാത്തവനും ഞാൻ നൽകും. അവനെ അല്പകാലം സുഖം അനുഭവിപ്പിക്കുകയും പിന്നെ അവനെ നരകശിക്ഷയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നതാണ്. ചെന്നെത്തുന്ന ആ സ്ഥലം വളരെ ദുഷിച്ചതു തന്നെ. ഓർമ്മിക്കുക, ഇബ്രാഹീമും ഇസ്മായിലും മക്കയിലെ ആ മന്ദിരത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തുകയായിരുന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്നു ഈ സേവനത്തെ സ്വീകരിക്കണമേ. നിശ്ചയമായും എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനും നീ തന്നെയാണല്ലോ. ഞങ്ങളുടെ നാഥ, നീ ഞങ്ങൾ ഇരുവരെയും നിന്നെ അനുസരിക്കുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിന്നെ അനുസരിക്കുന്ന ഒരു സമുദായത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാവിധങ്ങൾ നീ കാണിച്ചു തരണമേ. ഞങ്ങളുടെ നേരെ കാരുണ്യത്തോടെ തിരിയണമേ. നിശ്ചയമായും നീ നിന്റെ ദാസരുടെ നേരെ വളരെ അധികം ശ്രദ്ധ തിരിക്കുന്നവനും കരുണാമയനുമാണ്. ഞങ്ങളുടെ നാഥ, അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നീ അവരിൽ നിന്നും എഴുന്നേൽപ്പിക്കണമേ. തീർച്ചയായും പ്രതാപശാലിയും അഗാധജ്ഞാനിയും നീ തന്നെയാകുന്നു. വിഡ്ഢിത്തം സ്വയം സ്വീകരിച്ചവനല്ലാതെ ഇബ്രാഹീമിന്റെ മതത്തോട് ആരാണ് വിരസത കാണിക്കുക? നാം അദ്ദേഹത്തെ ഇഹത്തിൽ വരിഷ്ഠനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. തീർച്ചയായും പരലോകത്തും അദ്ദേഹം സദ്വൃത്തരിൽപ്പെട്ടവനായിരിക്കും. അദ്ദേഹത്തിന്റെ നാഥൻ അദ്ദേഹത്തോട് കീഴ്പ്പെടുക എന്ന് പറഞ്ഞപ്പോൾ സർവലോകനാഥന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇബ്രാഹീം തന്റെ സന്തതികൾക്ക് ഇത് പ്രസ്തുത കാര്യം വസിയത്ത് ചെയ്യുകയുമുണ്ടായി. യാക്കൂബും വസിയത്ത് ചെയ്തു, എന്റെ സന്തതികളെ, സത്യമായും അല്ലാഹു ഈ മതത്തെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. അതിനാൽ അല്ലാഹുവിനോട് പരിപൂർണമായ അനുസരണം പുലർത്തുന്നവരായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. യാക്കൂബിന് മരണം ആസന്നമായപ്പോൾ നിങ്ങൾ സന്നിഹിതരായിരുന്നുവോ? എനിക്കു ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുകയെന്ന് അദ്ദേഹം തൻ്റെ മക്കളോട് ചോദിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അങ്ങയുടെ ദൈവത്തെ, അതായത് അങ്ങയുടെ പിതാക്കളായ ഇബ്രാഹീം, ഇസ്മായിൽ, ഇസ്ഹാഖ് എന്നിവരുടെ ആരാധ്യനായ ഏകദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നതാണ്. ഞങ്ങൾ അവനു മാത്രം കീഴ്പ്പെടുന്നവരുമാകുന്നു. അത് കഴിഞ്ഞുപോയൊരു സമുദായമാണ്. അവർ സമ്പാദിച്ചത്, അതിൻ്റെ ലാഭനഷ്ടങ്ങൾ അവർക്കുണ്ട്. നിങ്ങൾ സമ്പാദിച്ചത്, അതിൻ്റെ ലാഭനഷ്ടങ്ങൾ നിങ്ങൾക്കുമുണ്ട്. അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കുകയില്ല. നിങ്ങൾ യഹൂദികളോ ക്രിസ്ത്യാനികളോ ആകുവിൻ, നിങ്ങൾക്ക് നേർവഴി പ്രാപിക്കാമെന്നും അവർ പറയുന്നു. നീ അവരോട് പറയുക, അല്ല, ഏകദൈവ സിദ്ധാന്തത്തിൽ സ്ഥിരനിഷ്ഠനായ ഇബ്രാഹീമിന്റെ മാർഗമാണ് പിന്തുടരേണ്ടത്. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ആളായിരുന്നില്ല. നിങ്ങൾ മുസ്ലിങ്ങൾ പറയുക, ഞങ്ങൾ അല്ലാഹുവിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും യാക്കൂബിനും അദ്ദേഹത്തിന്റെ സന്തതികൾക്കും അവതരിപ്പിക്കപ്പെട്ടതിലും മൂസയ്ക്കും ഈസയ്ക്കും നൽകപ്പെട്ടതിലും മറ്റു പ്രവാചകന്മാർക്ക് അവരുടെ നാഥനിൽ നിന്ന് നൽകപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. അവരിൽ ആരുടെ ഇടയിലും ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അല്ലാഹുവിനു മാത്രം കീഴ്പ്പെടുന്നവരുമാകുന്നു. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചതുപോലുള്ളതിൽ ഈ അധ്യാപനത്തിൽ അവർ വിശ്വസിക്കുന്നുവെങ്കിൽ അവർ നേർമാർഗം പ്രാപിച്ചവരായി. ഇനി അവർ പിന്തിരിയുന്നുവെങ്കിൽ നിശ്ചയമായും അവർ ഭിന്നിപ്പിൽ തന്നെയാകുന്നു. അപ്പോൾ അവരിൽ നിന്ന്, അവരുടെ ഉപദ്രവത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നതിന് നിശ്ചയമായും അല്ലാഹു നിനക്ക് മതിയാകും. അവൻ നല്ലവണ്ണം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. മുസ്ലിങ്ങളെ പറയുക, ഞങ്ങൾ അല്ലാഹുവിൻ്റെ മതം സ്വീകരിച്ചിരിക്കുന്നവരാണ്. മതം പഠിപ്പിക്കുന്ന കാര്യത്തിൽ അല്ലാഹുവിനേക്കാൾ ഉത്തമൻ മറ്റാരുണ്ട്? ഞങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാകുന്നു. പറയുക, അല്ലാഹു ഞങ്ങളുടെയും നിങ്ങളുടെയും നാഥനായിരിക്കെ നിങ്ങൾ അവനെപ്പറ്റി ഞങ്ങളോട് തർക്കിക്കുകയാണോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളും.
ഞങ്ങൾ അവനു തന്നെ ആത്മാർപ്പണം ചെയ്യുന്നവരാകുന്നു. ഇബ്രാഹീമും ഇസ്മായിലും ഇസ്ഹാക്കും യാക്കൂബും അദ്ദേഹത്തിന്റെ സന്താനങ്ങളും ജൂതരോ ക്രിസ്ത്യാനികളോ ആയിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? നീ അവരോട് പറയുക, നിങ്ങളാണോ അധികം അറിവുള്ളവർ, അതോ അല്ലാഹുവോ? തന്റെ വശം അല്ലാഹുവിൽ നിന്നുള്ള ഒരു സാക്ഷ്യം മറച്ചുവെക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല തന്നെ. അത് കഴിഞ്ഞുപോയൊരു സമുദായമാണ്. അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുമുണ്ട്. അവർ പ്രവർത്തിച്ചിരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുന്നതല്ല. അവർ ആദ്യം നിലനിന്നിരുന്ന അവരുടെ കിബിലയിൽ നിന്ന് അവരെ തെറ്റിച്ചു കളഞ്ഞത് എന്താണെന്ന് ജനങ്ങളിൽ നിന്നുള്ള ഭോഷന്മാർ ചോദിക്കും. പറയുക, കിഴക്കും പടിഞ്ഞാറും എല്ലാം അല്ലാഹുവിൻ്റേതാണ്. താൻ ഇച്ഛിക്കുന്നവരെ അവൻ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു. മുസ്ലിങ്ങളെ, എപ്രകാരം നാം നിങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തന്നുവോ അതേ പ്രകാരം നിങ്ങളെ നാം ഒരു ഉത്കൃഷ്ട സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ മറ്റു മനുഷ്യരുടെ മേൽനോട്ടക്കാരാകുന്നതിനും ഈ പ്രവാചകൻ നിങ്ങളുടെ മേൽനോട്ടക്കാരനാകുന്നതിനും വേണ്ടി നീ ലക്ഷ്യമാക്കിയിരുന്ന കിബിലയെ നാം നിശ്ചയിച്ചിരുന്നത് ഈ പ്രവാചകനെ പിന്തുടരുന്നവനെ തന്റെ കൊതികാലുകളിൽ പിന്തിരിഞ്ഞു കളിയുന്നവനിൽ നിന്നു വേർതിരിച്ചറിയുന്നതിനു മാത്രമായിരുന്നു. അല്ലാഹു സന്മാർഗത്തിലാക്കിയിട്ടുള്ളവർക്കല്ലാതെ മറ്റുള്ളവർക്ക് ഇക്കാര്യം പ്രയാസകരം തന്നെയാണ്. അല്ലാഹു ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കുകയില്ല. തീർച്ചയായും അല്ലാഹു മനുഷ്യരോട് വളരെ ഔദാര്യമുള്ളവനും അധികം കരുണ ചെയ്യുന്നവനുമാകുന്നു. നിന്റെ മുഖം, ശ്രദ്ധ കൂടെ കൂടെ ആകാശത്തേക്ക് തിരിയുന്നത് നാം കാണുന്നുണ്ട്. തന്മൂലം നീ തൃപ്തിപ്പെടുന്ന ഒരു ഖിബിലയുടെ നേർക്ക് തീർച്ചയായും നാം നിന്നെ തിരിക്കുന്നതാണ്. അതുകൊണ്ട് നിന്റെ മുഖം പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിനു നേരെ തിരിക്കുക. മുസ്ലിങ്ങളെ, നിങ്ങൾ എവിടെയായിരുന്നാലും അതിൻ്റെ നേർക്ക് നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കുക. ഇത് ഖിബില മാറ്റുന്നതിനുള്ള കൽപ്പന തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യം തന്നെയാണെന്ന് ഗ്രന്ഥം തൗറാത്ത് നൽകപ്പെട്ടവർക്ക് നന്നായി അറിയാം. അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല. നിനക്ക് മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ടവരുടെ അടുക്കൽ നീ സകല ദൃഷ്ടാന്തങ്ങളും കൊണ്ടു ചെന്നാലും അവർ നിന്റെ കിബിലയെ പിൻപറ്റുകയില്ല. അവരുടെ കിബിലയെ നിനക്കും പിൻപറ്റാനാവുകയില്ല. അവരിൽ ചിലർ മറ്റു ചിലരുടെ കിബിലയെ പിൻപറ്റുന്നവരുമല്ല. നിനക്ക് ദിവ്യമായ അറിവ് വന്നു കിട്ടിയ ശേഷം നീ അവരുടെ സ്വേച്ഛകളെ പിന്തുടരുകയാണെങ്കിൽ അപ്പോൾ നിശ്ചയമായും നീ അധർമ്മകാരികളിൽ ഉൾപ്പെട്ടവനായിരിക്കും. നാം ഗ്രന്ഥം നൽകിയിട്ടുള്ളവർ തങ്ങളുടെ പുത്രന്മാരെ തിരിച്ചറിയുന്നതുപോലെ ഇത് ഈ സത്യം അറിയുന്നുണ്ട്. പക്ഷേ അവരിൽ ഒരു വിഭാഗക്കാർ അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചുവെക്കുക തന്നെ ചെയ്യുന്നു. നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യമാണിത്. അതുകൊണ്ട് നീ ഒരിക്കലും സംശയാലുക്കളിൽ അകപ്പെട്ടു പോകരുത്. ഓരോരുത്തനും ഓരോ ലക്ഷ്യമുണ്ട്. അതിൻ്റെ നേർക്ക് അവൻ തൻ്റെ ശ്രദ്ധ മുഴുവൻ തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സത്കാര്യങ്ങളിൽ അഹമഹമികയാ മുന്നേറുക. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും. അല്ലാഹു താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാകുന്നു. നീ എവിടെ നിന്നു പുറപ്പെട്ടാലും മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് നിന്റെ മുഖം ശ്രദ്ധ തിരിക്കുക. നിശ്ചയമായും നിന്റെ നാഥനിൽ നിന്നുള്ള സത്യം തന്നെയാണിത്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല. നീ എവിടെ നിന്നു പുറപ്പെട്ടാലും മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് നിന്റെ മുഖം ശ്രദ്ധ തിരിക്കുക. മുസ്ലിങ്ങളെ, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖങ്ങളെ അതിനു നേരെ തിരിക്കുക. ജനങ്ങൾക്ക് അവരിൽ നിന്ന് അധർമ്മം പ്രവർത്തിച്ചവരൊഴികെ മറ്റുള്ളവർക്ക് നിങ്ങൾക്കെതിരായ ഒരു എതിർന്യായവും ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ അവരെ അധർമ്മകാരികളെ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടുക. ഈ ആജ്ഞയാകട്ടെ എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഞാൻ പൂർത്തീകരിക്കുന്നതിനും നിങ്ങൾ നേർവഴി പ്രാപിക്കുന്നതിനും വേണ്ടിയാകുന്നു.
നിങ്ങൾക്ക് നമ്മുടെ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിക്കുകയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിച്ചു തരികയും നിങ്ങൾ മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്ന നിങ്ങളിൽ നിന്നുള്ള ഒരു ദൂതനെ നാം നിങ്ങളിൽ നിയോഗിച്ചതുപോലെ കഅബയെ നാം നിങ്ങൾക്ക് കിബിലയായി അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും അനുഗ്രഹം ചെയ്യുന്നവനായിരിക്കെ നിങ്ങൾ എന്നെ സ്മരിക്കുവിൻ, ഞാൻ നിങ്ങളെയും സ്മരിക്കാം. എന്നോട് കൃതജ്ഞത കാണിക്കുവിൻ, എന്നോട് നന്ദികേട് കാണിക്കരുത്. വിശ്വസിച്ചവരെ, നിങ്ങൾ സഹനവും പ്രാർത്ഥനയും വഴി സഹായം തേടുവിൻ. നിശ്ചയമായും അല്ലാഹു സഹനശീലരുടെ കൂടെയാകുന്നു. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ സംബന്ധിച്ച് മരിച്ചവരെന്നു നിങ്ങൾ പറയരുത്. അല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, പക്ഷേ നിങ്ങളത് ഗ്രഹിക്കുന്നില്ലെന്നു മാത്രം. അല്പമൊക്കെ ഭയം, വിശപ്പ്, ധനനഷ്ടം, ജീവനഷ്ടം, ഫലനഷ്ടം എന്നിവയിലൂടെ നിശ്ചയമായും നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. തങ്ങൾക്ക് വല്ല ആപത്തും നേരിടുമ്പോൾ പരിഭ്രമിക്കാതെ, നിശ്ചയമായും ഞങ്ങൾ അല്ലാഹുവിനുള്ളവരും അവനിലേക്ക് തന്നെ മടങ്ങുന്നവരുമാകുന്നു എന്ന് പറയുന്ന സഹനശീലർക്ക് നീ സുവാർത്ത അറിയിക്കുക. അവർക്കാണ് തങ്ങളുടെ നാഥനിൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുക. സന്മാർഗം പ്രാപിച്ചിട്ടുള്ളവരും അവർ തന്നെ. നിശ്ചയമായും സഫായും മർവായും അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടവയാണ്. അതുകൊണ്ട് വല്ലവനും ആ കഅബ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജോ ഉംറയോ നിർവഹിക്കുന്നുവെങ്കിൽ അപ്പോൾ അവയ്ക്കിടയിൽ പ്രദക്ഷിണം ചെയ്യുന്നതിൽ അവന് കുറ്റമൊന്നുമില്ല. ആരെങ്കിലും സ്വമേധയാ നന്മ ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും അല്ലാഹു അതിനെ വിലമതിക്കുന്നവനും എല്ലാം നന്നായി അറിയുന്നവനുമാകുന്നു. നാം അവതരിപ്പിച്ച സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളെയും മാർഗദർശനത്തെയും ഈ ഗ്രന്ഥത്തിൽ ജനങ്ങൾക്ക് നാം അത് വിശദീകരിച്ചു കൊടുത്ത ശേഷം ആരത് മറച്ചുവെക്കുന്നുവോ നിശ്ചയമായും അക്കൂട്ടരെ അല്ലാഹു ശപിക്കുന്നതാണ്. മറ്റു ശപിക്കുന്നവരും അവരെ ശപിക്കുന്നതായിരിക്കും. എന്നാൽ പശ്ചാത്തപിക്കുകയും സ്വജീവിതം നന്നാക്കുകയും മറച്ചുവെച്ച സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നവർ അതിലുൾപ്പെടുകയില്ല. അവരുടെ നേരെ ഞാൻ കാരുണ്യത്തോടെ തിരിയുന്നതാണ്. എൻ്റെ ദാസരുടെ നേരെ ഞാൻ സർവഥാ കാരുണ്യത്തോടെ തിരിയുന്നവനും അതീവ ദയാലുവുമാകുന്നു. സത്യത്തെ മനഃപൂർവ്വം നിഷേധിക്കുകയും നിഷേധികളായിരിക്കെ തന്നെ മരിക്കുകയും ചെയ്തവരുടെ മേൽ തീർച്ചയായും അല്ലാഹുവിൻ്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയുമെല്ലാം ശാപമുണ്ടാകുന്നതാണ്. അവരതിൽ ആ ശബ്ദാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് അവധി നൽകപ്പെടുന്നതുമല്ല. നിങ്ങളുടെ ദൈവം ഏകദൈവമാകുന്നു. പരമകാരുണികനും കരുണാമയനുമായ അവനല്ലാതെ വേറൊരാരാധ്യനുമില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും മനുഷ്യർക്ക് പ്രയോജനപ്രദമായ വസ്തുക്കളും കൊണ്ട് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളിലും മേഘങ്ങളിൽ നിന്നു അല്ലാഹു വെള്ളമിറക്കി ഭൂമിയെ അത് നിർജീവമായി കിടന്ന ശേഷം സജീവമാക്കുകയും അതിലെല്ലാത്തരം ജീവജാലങ്ങളെയും വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതിലും കാറ്റുകളുടെ ഗതിവിഗതികളിലും ആകാശഭൂമികൾക്കിടയിൽ അധീനമാക്കപ്പെട്ടിട്ടുള്ള മേഘങ്ങളിലും ബുദ്ധി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് നിശ്ചയമായും പലവിധ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അല്ലാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിക്കുന്നവരായി മനുഷ്യരിൽ ചിലരുണ്ട്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ അവർ അവരെ സ്നേഹിക്കുന്നു. സത്യവിശ്വാസികളാകട്ടെ അല്ലാഹുവിനോട് ഏറ്റവും അധികം സ്നേഹമുള്ളവരാകുന്നു. അധർമ്മം പ്രവർത്തിച്ചവർ ശിക്ഷ കൺമുമ്പിൽ കാണുമ്പോഴുള്ള ആ അവസ്ഥ വല്ല പ്രകാരത്തിലും ഇപ്പോൾ കാണുകയാണെങ്കിൽ സകല ശക്തിയും അല്ലാഹുവിനാണെന്നും നിശ്ചയമായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും മനസ്സിലാക്കുമായിരുന്നു. പിന്തുടരപ്പെട്ടവർ പിന്തുടർന്നവരെ, അതായത് നേതാക്കൾ അനുയായികളെ വിട്ടൊഴിയുകയും അവർ ശിക്ഷ കാണുകയും അവർക്ക് രക്ഷാമാർഗങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്ന അവസരം. നേതാക്കളെ പിന്തുടർന്നവർ പറയും, ലോകത്തേക്ക് തിരിച്ചു പോകുവാൻ ഞങ്ങൾക്കൊരവസരം ലഭിച്ചുവെങ്കിൽ അവർ ഞങ്ങളെ കൈവിട്ടതുപോലെ ഞങ്ങൾക്ക് അവരെയും ഉപേക്ഷിക്കാമായിരുന്നു. ഇപ്രകാരം അല്ലാഹു അവരുടെ കർമ്മഫലങ്ങളെ അവർക്ക് ദുഃഖകരങ്ങളായി കാണിക്കും. അവരാകട്ടെ നരകാഗ്നിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതുമല്ല. മനുഷ്യരെ, ഭൂമിയിലുള്ളതിൽ നിന്ന് നിയമാനുസൃതവും ശുദ്ധവുമായത് നിങ്ങൾ ഭക്ഷിക്കുവിൻ. പിശാചിന്റെ ചവിട്ടടികളെ നിങ്ങൾ പിൻപറ്റരുത്.
തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. ദുഷ്കൃത്യത്തിനും നീചപ്രവർത്തനത്തിനും നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ പേരിൽ കറ്റുകെട്ടി പറയുന്നതിനും മാത്രമാണ് പിശാച് നിങ്ങളോട് കൽപ്പിക്കുക. അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതിനെ നിങ്ങൾ പിൻപറ്റുകയെന്ന് അവരോട് പറയപ്പെടുമ്പോൾ, അല്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ഏതൊരു മാർഗത്തിൽ ഞങ്ങൾ കണ്ടുവോ അതിനെയാണ് ഞങ്ങൾ പിൻപറ്റുകയെന്നവർ പറയുന്നു. എന്ത്? അവരുടെ പൂർവ്വപിതാക്കന്മാർ യാതൊന്നും ഗ്രഹിക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരുമായിരുന്നാൽ പോലും അവരെ തന്നെയാണോ പിൻപറ്റുക? സത്യനിഷേധികളുടെ സ്ഥിതി വിളിയും തെളിയുമല്ലാതെ മറ്റു യാതൊന്നും കേൾക്കാത്ത ജന്തുക്കളോട് ശബ്ദിക്കുന്നവന്റെ സ്ഥിതി പോലെയാകുന്നു. ബധിരരും മൂകരും അന്ധരുമത്രേ അവർ, തന്മൂലം അവർ ഗ്രഹിക്കുകയില്ല. സത്യവിശ്വാസികളെ, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. അല്ലാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. അവനെ തന്നെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ. ശവവും രക്തവും പന്നിമാംസവും അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ വഴിപാടാക്കപ്പെട്ടവയും മാത്രമാണ് അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. എന്നാൽ മനഃപൂർവ്വം നിയമം ലംഘിക്കാതെയും അതിരുകടക്കാതെയും വല്ലവനും അത്തരം വസ്തുക്കൾ ഭക്ഷിക്കുന്നതിന് നിർബന്ധിതനായി പോയെങ്കിൽ അവന്റെ പേരിൽ കുറ്റമൊന്നുമില്ല. തീർച്ചയായും അല്ലാഹു സർവദാ പുറത്തു കൊടുക്കുന്നവനും കരുണാമയനുമത്രേ. അല്ലാഹു തന്റെ ഗ്രന്ഥത്തിലൂടെ ഇറക്കിയ അധ്യാപനങ്ങളെ മറച്ചുവെക്കുകയും അതിനു പകരമായി നിസ്സാര വില വാങ്ങുകയും ചെയ്യുന്നവർ തങ്ങളുടെ ഉദരങ്ങളിൽ അഗ്നിയല്ലാതെ തിന്നു നിറക്കുന്നില്ല. പുനരുത്ഥാന നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. അവൻ അവരെ ശുദ്ധീകരിക്കുകയുമില്ല. വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുണ്ടാവുക. സന്മാർഗത്തിനു പകരം ദുർമാർഗത്തെയും പാപമുക്തിക്കു പകരം ശിക്ഷയെയും ക്രയം ചെയ്തവരത്രേ അവർ. നരകത്തിൽ അവരുടെ സഹനശക്തി എത്ര അത്ഭുതം! അതിനു കാരണം അല്ലാഹു ഈ ഗ്രന്ഥത്തെ സത്യസമ്പൂർണമാം വിധം അവതരിപ്പിച്ചിരിക്കുന്നു എന്നതു തന്നെയാണ്. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതയുള്ളവരാകട്ടെ നിശ്ചയമായും അങ്ങേയറ്റത്തെ ശത്രുതയിലാകുന്നു. നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കും പടിഞ്ഞാറും തിരിക്കുന്നത് പുണ്യമൊന്നുമല്ല. എന്നാൽ അല്ലാഹുവിലും അന്ത്യനാളിലും മലക്കുകളിലും അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും അവനോടുള്ള സ്നേഹം നിമിത്തം അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിയാത്രക്കാരനും ധനസഹായം ആവശ്യപ്പെടുന്നവർക്കും അടിമകളെ മോചിപ്പിക്കുന്നതിനും ധനം നൽകുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും കരാർ ചെയ്താൽ തങ്ങളുടെ കരാർ പാലിക്കുകയും കഷ്ടപ്പാടിലും ദുരിതാവസ്ഥയിലും യുദ്ധാവസരത്തിലും സഹനം കൈകൊള്ളുകയും ചെയ്യുന്നവരത്രേ സാക്ഷാൽ പുണ്യവാന്മാർ. അവർ സത്യം പാലിച്ചവരാണ്. അവർ തന്നെയാണ് യഥാർത്ഥ ഭക്തന്മാർ. വിശ്വാസികളെ, വധിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ തത്തുല്യമായ പ്രതിക്രിയാ ശിക്ഷാ നിയമം നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രന് അതേ സ്വതന്ത്രനും അടിമക്കു പകരം അതേ അടിമയും സ്ത്രീക്കു പകരം അതേ സ്ത്രീയും വധിക്കപ്പെടേണ്ടതാണ്. എന്നാൽ കൊല്ലപ്പെട്ടവന്റെ സഹോദരന്മാരിൽ നിന്ന് കൊല ചെയ്ത ഒരുവന് വല്ലതും മാപ്പ് ചെയ്യപ്പെടുന്ന പക്ഷം ന്യായയുക്തമായ നിലയിൽ പരിഹാര നടപടി സ്വീകരിക്കുകയും മാപ്പ് ചെയ്തവന് നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്തു വീട്ടുകയും ചെയ്യേണ്ടതാണ്. ഇതാകട്ടെ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരു ലഘൂകരണവും കാരുണ്യവുമത്രേ. എന്നിട്ടും അതിനുശേഷം വല്ലവനും അതിക്രമിക്കുന്നുവെങ്കിൽ അവന് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കുന്നതാണ്. ബുദ്ധിമാന്മാരെ, പ്രതിക്രിയാ നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. ഇതാകട്ടെ നിങ്ങൾ രക്ഷപ്പെടുന്നതിനു വേണ്ടിയാകുന്നു. നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ അയാൾ ധാരാളം ധനം അവശേഷിപ്പിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കുമായി ന്യായമായതു പ്രവർത്തിക്കാൻ അയാൾ വസിയത്ത് ചെയ്യേണ്ടതാണെന്ന് നിങ്ങൾക്ക് നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു ബാധ്യതയാണിത്. എന്നാൽ വസിയത്ത് കേട്ടുകഴിഞ്ഞ ശേഷം വല്ലവനും അതിനെ ഭേദഗതി ചെയ്യുന്നതായാൽ അതിൻ്റെ കുറ്റം അത് ഭേദഗതി ചെയ്തവർക്കു തന്നെയായിരിക്കും. നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു. ഇനി വസിയത്ത് ചെയ്യുന്ന ആളിൽ നിന്ന്
വല്ല പക്ഷഭേദമോ അനീതിയോ വന്നു പോകുന്നുവെന്ന് വല്ലവനും ഭയപ്പെടുകയും തന്നിമിത്തം അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവന് കുറ്റമൊന്നുമില്ല. നിശ്ചയമായും അല്ലാഹു വളരെ പൊറുത്തുകൊടുക്കുന്നവനും കരുണാമയനുമാകുന്നു. വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ധാർമ്മികവും ആത്മീയവുമായ ന്യൂനതകളിൽ നിന്ന് സുരക്ഷിതരാകും വിധം ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി. ഈ വ്രതാനുഷ്ഠാനം ചില നിശ്ചിത ദിവസങ്ങളിലാണ്. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും താൽക്കാലികമായി രോഗിയോ യാത്രയിലോ ആയാൽ മറ്റു ദിവസങ്ങളിൽ അവർ എണ്ണം പൂർത്തീകരിച്ചു കൊള്ളട്ടെ. പ്രായച്ചിത്തം നൽകുന്നതിന് കഴിവുള്ളവർ ഒരഗതിയുടെ ആഹാരം പ്രായച്ചിത്തമായി നൽകേണ്ടതാണ്. ഇനി ആരെങ്കിലും പൂർണ്ണാനുസരണം പുലർത്തിക്കൊണ്ട് വല്ല നന്മയും ചെയ്യുന്നുവെങ്കിൽ അതയാൾക്ക് ഗുണകരമായിരിക്കും. നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമത്രേ. സമസ്ത മനുഷ്യർക്കും സന്മാർഗദായകവും മാർഗദർശനത്തിൻ്റെയും സത്യാസത്യവിവേചനത്തിൻ്റെയും സ്പഷ്ടമായ തെളിവുകൾ ഉൾക്കൊള്ളുന്നതുമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റംസാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഈ മാസത്തിന് സാക്ഷ്യം വഹിച്ചാൽ അയാൾ അതിൽ വ്രതമനുഷ്ഠിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും താൽക്കാലികമായി രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്യുന്ന പക്ഷം ആ എണ്ണം മറ്റു ദിനങ്ങളിൽ പൂർത്തിയാക്കേണ്ടതാണ്. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അവൻ നിങ്ങൾക്ക് പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. ഇതാകട്ടെ, നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുന്നതിനും അല്ലാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് നിങ്ങൾ അവനെ മഹത്വപ്പെടുത്തുന്നതിനും നിങ്ങൾ കൃതജ്ഞത കാണിക്കുന്നതിനും വേണ്ടിയാകുന്നു. എന്നെ സംബന്ധിച്ച് എന്റെ ദാസന്മാർ നിന്നോട് ചോദിക്കുന്ന പക്ഷം പറയുക, നിശ്ചയമായും ഞാൻ സമീപസ്ഥനാകുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും, അവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ. അതുകൊണ്ട് അവർ എൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ സന്മാർഗം പ്രാപിക്കുന്നതിനു വേണ്ടി. വ്രതരാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള സംസർഗം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവർ നിങ്ങൾക്ക് ഒരു വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാകുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് അനീതി പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്. അതിനാൽ അവൻ നിങ്ങളുടെ നേരെ കനിവ് കാണിക്കുകയും നിങ്ങൾക്ക് ആശ്വാസമേകുകയും ചെയ്തിരിക്കുന്നു. തന്മൂലം ഇനിമേലിൽ നിങ്ങൾ അവരുമായി സംസർഗം പുലർത്തുകയും അല്ലാഹു നിങ്ങൾക്ക് വിധിച്ചത് നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്തുകൊള്ളുക. പ്രഭാതത്തിന്റെ വെള്ളനൂൽ രാവിന്റെ കറുപ്പ് നൂലിൽ നിന്നു വേർതിരിഞ്ഞു നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്നതുവരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. പിന്നീട് രാത്രിയാകുന്നതുവരെ നിങ്ങൾ വ്രതം പൂർത്തിയാക്കുക. എന്നാൽ പള്ളികളിൽ ഭജനമിരിക്കുന്നവരായിരിക്കെ നിങ്ങൾ അവരുമായി ഭാര്യമാരുമായി സംസർഗം പുലർത്തരുത്. ഇവ അല്ലാഹുവിൻ്റെ നിയമപരിധികളാകുന്നു. അതിനാൽ നിങ്ങൾ അവയെ സമീപിക്കരുത്. ഇപ്രകാരം അല്ലാഹു മനുഷ്യർക്ക് അവന്റെ വിധികളെ വിവരിച്ചു കൊടുക്കുന്നു, അവർ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി. നിങ്ങളുടെ ധനം നിങ്ങൾ അന്യായമായി പരസ്പരം അപഹരിച്ച് ഭക്ഷിക്കരുത്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ ധനത്തിൽ ഒരു ഭാഗം കുറ്റകരമാം വിധം കരസ്ഥമാക്കി ഭക്ഷിക്കുന്നതിന് അതുമായി ഭരണാധികാരികളെ കോഴ കൊടുത്ത് സമീപിക്കുകയുമരുത്. പിറവിച്ചന്ദ്രന്മാരെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അവ മനുഷ്യർക്ക് പൊതുവേയുള്ള കാര്യങ്ങൾക്കും ഹജ്ജിനുമുള്ള കാലസൂചകങ്ങളാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ അവയുടെ പിൻഭാഗങ്ങളിലൂടെ കടന്നു ചെല്ലുന്നത് നന്മയല്ല. എന്നാൽ ദോഷബാധയെ സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ സൽക്കർമ്മി. നിങ്ങൾ ഭവനങ്ങളിൽ അവയുടെ വാതിലുകളിലൂടെ ചെല്ലുക. അല്ലാഹുവിനെ ഭയപ്പെടുക, നിങ്ങൾ വിജയം പ്രാപിക്കുന്നതിനു വേണ്ടി. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. എന്നാൽ അതിക്രമം പ്രവർത്തിക്കരുത്. അല്ലാഹു അതിക്രമികളെ ഇഷ്ടപ്പെടുകയില്ല തന്നെ. യുദ്ധാവസരത്തിൽ അവരെ, നിങ്ങളോട് അന്യായമായി യുദ്ധം ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടുമുട്ടുന്നിടത്തു വെച്ച് വധിക്കുക. അവർ നിങ്ങളെ ബഹിഷ്കരിച്ചയിടത്തു നിന്ന് അവരെ നിങ്ങളും ബഹിഷ്കരിക്കുക. ഫിത്ന കൊലയേക്കാൾ കഠിനമത്രേ.
മസ്ജിദുൽ ഹറാമിന്റെ സമീപത്ത് വെച്ച് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അവരെ വധിക്കുക. ഇങ്ങനെ തന്നെയാണ് ഈ അവിശ്വാസികൾക്കുള്ള ശിക്ഷ. ഇനി അവർ വിരമിക്കുന്നുവെങ്കിൽ അല്ലാഹു സർവദാ പൊറുക്കുന്നവനും കരുണാമയനുമാകുന്നു. ഫിത്ന പൂർണ്ണമായും ഇല്ലാതാവുകയും മതം അല്ലാഹുവിനു വേണ്ടിയായിത്തീരുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. എന്നാൽ അവർ വിരമിക്കുകയാണെങ്കിൽ അറിയുക, അക്രമികളല്ലാത്തവരുടെ മേൽ യാതൊരു കയ്യേറ്റവും വിഹിതമല്ല. ആദരണീയ മാസത്തിനു പകരം ആദരണീയ മാസം തന്നെ. എല്ലാ ആദരണീയ കാര്യങ്ങൾക്കും എതിരിൽ പ്രതിക്രിയാ നടപടികളുണ്ട്. അതുകൊണ്ട് വല്ലവനും നിങ്ങളുടെ മേൽ അതിക്രമം നടത്തുകയാണെങ്കിൽ അവനെതിരെ അവൻ നിങ്ങളെ അതിക്രമിച്ചതുപോലെ നിങ്ങളും അതിക്രമിച്ചു കൊള്ളുക. അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിശ്ചയമായും അല്ലാഹു സൂക്ഷ്മത കൈക്കൊള്ളുന്നവരുടെ കൂടെയാണെന്ന് അറിഞ്ഞിരിക്കുക. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധനം ചെലവ് ചെയ്യുക. നിങ്ങളുടെ കൈകളാൽ നിങ്ങളെ സ്വയം നാശത്തിലകപ്പെടുത്തരുത്. നിങ്ങൾ നന്മ ചെയ്യുക. നിശ്ചയമായും നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിനു അവന്റെ പ്രീതിക്കു വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക. എന്നാൽ നിങ്ങൾ തടയപ്പെട്ടാൽ സൗകര്യമായ ബലിക്കർമ്മം നടത്തേണ്ടതാണ്. ബലിമൃഗം അതിന്റെ സ്ഥാനത്തെത്തുന്നതുവരെ നിങ്ങളുടെ തലമുണ്ഡനം ചെയ്യരുത്. എന്നാൽ നിങ്ങളിൽ ഒരാൾ രോഗിയാവുകയോ അയാളുടെ തലയിൽ വല്ല പീഡയും ഉണ്ടാവുകയോ ചെയ്തുവെങ്കിൽ തലമുണ്ഡനം ചെയ്യാം. അപ്പോൾ വ്രതമോ ദാനധർമ്മമോ ബലിയോ കൊണ്ട് പ്രായശ്ചിത്തം നൽകേണ്ടതാണ്. എന്നാൽ നിങ്ങൾ സമാധാനാവസ്ഥ പ്രാപിച്ചാൽ ഹജ്ജിനോടൊപ്പം ഉംറ നിർവഹിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ, അപ്പോൾ എളുപ്പത്തിൽ ബലിക്ക് ബലിമൃഗം സാധിക്കുന്നുവെങ്കിൽ ബലി നൽകേണ്ടതാണ്. വല്ലവനും അതു കിട്ടിയില്ലെങ്കിൽ ഹജ്ജുവേളയിൽ 3 ദിവസവും നിങ്ങൾ സ്വദേശത്ത് തിരിച്ചെത്തിയാൽ 7 ദിവസവും വ്രതമനുഷ്ഠിക്കണം. അപ്പോൾ അത് തികച്ചും 10 ദിവസമായി. ഇതാകട്ടെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് കുടുംബസമേതം താമസിക്കാത്തവർക്കും മാത്രമുള്ള കൽപ്പനയാകുന്നു. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഹജ്ജുകാലം സുപരിചിതങ്ങളായ മാസങ്ങളാകുന്നു. അതിനാൽ ആ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കുമെന്ന് ഉറച്ചു കഴിഞ്ഞാൽ ശൃംഗാര സംസാരങ്ങളോ ദുഷ്പ്രവർത്തികളോ ഷണ്ഡകൂടലോ അതിക്രമമോ ദുർവിവാദമോ ഹജ്ജിൽ പാടുള്ളതല്ല. നന്മയുടെ ഏതു കാര്യം നിങ്ങൾ ചെയ്താലും അത് അല്ലാഹു അറിയുന്നു. യാത്രയ്ക്കാവശ്യമായ വിഭവങ്ങൾ കരുതിക്കൊള്ളുക. തീർച്ചയായും ഏറ്റവും നല്ല കരുതൽ വിഭവം തഖ്വ, അതായത് ദൈവഭക്തിയാകുന്നു. ബുദ്ധിമാന്മാരെ, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക. ഹജ്ജുവേളയിൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹം അന്വേഷിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ അറഫാത്തിൽ നിന്നു മടങ്ങിക്കഴിഞ്ഞാൽ മശ്അറുൽ ഹറാമിനടുത്തു വെച്ച് അല്ലാഹുവിനെ സ്മരിക്കുക. അവൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകിയ പ്രകാരം നിങ്ങൾ അവനെ സ്മരിക്കുക. ഇതിനു മുമ്പ് തീർച്ചയായും നിങ്ങൾ വഴിപിഴച്ചവരിൽപ്പെട്ടവരായിരുന്നുവല്ലോ. പിന്നീട് മുൻഗാമികളായ ജനങ്ങൾ മടങ്ങാറുണ്ടായിരുന്ന സ്ഥലത്തുകൂടി നിങ്ങളും മടങ്ങുക. അല്ലാഹുവിനോട് മാപ്പിനപേക്ഷിക്കുക. നിശ്ചയമായും അല്ലാഹു സർവദാ പുറത്തു കൊടുക്കുന്നവനും കരുണാമയനുമാകുന്നു. അങ്ങനെ നിങ്ങളുടെ ആരാധനാ കൃത്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ മുമ്പ് നിങ്ങളുടെ പൂർവപിതാക്കളെ നിങ്ങൾ സ്മരിച്ചിരുന്നതുപോലെ അഥവാ അതിലുപരിയായി അല്ലാഹുവിനെ സ്മരിക്കുക. എന്നാൽ ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഇഹലോകത്ത് സുഖം നൽകണമേ എന്നു പ്രാർത്ഥിക്കുന്ന ചിലർ മനുഷ്യരിലുണ്ട്. അവർക്കാകട്ടെ പരലോകത്ത് യാതൊരു വിഹിതവുമില്ല. ഞങ്ങളുടെ നാഥ, ഐഹിക ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ, പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ, നരകശിക്ഷയിൽ നിന്നു നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നു പ്രാർത്ഥിക്കുന്ന ചിലരും അവരിലുണ്ട്. അവർക്കത്രേ തങ്ങൾ സമ്പാദിച്ചതിൻ്റെ ഒരു നല്ല അംശം ലഭിക്കുക. അല്ലാഹു അതിവേഗം കണക്കെടുക്കുന്നവനാകുന്നു. നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുക. എന്നാൽ ആരെങ്കിലും 2 ദിവസങ്ങളായി കർമ്മങ്ങൾ നിർവഹിച്ചു ധൃതിപ്പെട്ടു മടങ്ങുന്നുവെങ്കിൽ അയാൾക്ക് കുറ്റമൊന്നുമില്ല. ആരെങ്കിലും പിന്തിമടങ്ങുന്നുവെങ്കിൽ അയാൾക്കും കുറ്റമില്ല.
ഈ ആനുകൂല്യം സൂക്ഷ്മത കൈക്കൊള്ളുന്നവർക്കുള്ളതാകുന്നു. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഒരു നാളിൽ നിങ്ങൾ അവന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണെന്നറിയുക. ഇഹലോക ജീവിതത്തെക്കുറിച്ച് നിനക്ക് വളരെ കൗതുകമുണ്ടാക്കുന്ന വാക്ക് പറയുകയും സംസാരിക്കുമ്പോൾ തങ്ങളുടെ മനസ്സിലുള്ളതിന് അല്ലാഹുവിനെ സാക്ഷി നിർത്തുകയും ചെയ്യുന്ന ചിലരും മനുഷ്യരിലുണ്ട്. യഥാർത്ഥത്തിൽ അവർ കടുത്ത കുതർക്കികളാകുന്നു. അവർ അധികാരം കരസ്ഥമാക്കിക്കഴിഞ്ഞാൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ഉൽപ്പന്നങ്ങളെയും മനുഷ്യസന്തതികളെയും നശിപ്പിക്കുകയും ചെയ്യുവാൻ ഓടി നടക്കുന്നതാണ്. എന്നാൽ അല്ലാഹു കുഴപ്പത്തെ ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹുവിനെ സൂക്ഷിക്കുകയെന്ന് അവരോട് പറയപ്പെടുമ്പോൾ ദുരഭിമാനം അവരെ കൂടുതൽ പാപത്തിൽ പിടിച്ചു നിർത്തുന്നു. അതുകൊണ്ട് അവർക്ക് പ്രതിഫലമായി നരകം മതിയായതാണ്. അത് ഏറ്റവും ചീത്തയായ സങ്കേതം തന്നെ. അല്ലാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ജീവനെ വിൽക്കുന്ന ചിലരും മനുഷ്യരിലുണ്ട്. അല്ലാഹു തൻ്റെ അത്തരം ഭക്തദാസരോട് ഏറെ കരുണയുള്ളവനാകുന്നു. വിശ്വാസികളെ, നിങ്ങളെല്ലാവരും സമ്പൂർണമായ അനുസരണ വൃത്തത്തിൽ പ്രവേശിക്കുക. പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. നിശ്ചയമായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. എന്നാൽ നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയ ശേഷം നിങ്ങൾ വ്യതിചലിച്ചു പോകുന്നതായാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അല്ലാഹു പ്രതാപശാലിയും യുക്തിജ്ഞനുമാകുന്നു. മേഘഛായകളിലായി അല്ലാഹുവും മലക്കുകളും അവരുടെ അടുക്കൽ വരികയും കാര്യം തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്നതിനെയല്ലാതെ അവർ മറ്റു വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും മടക്കപ്പെടുന്നത് അല്ലാഹുവിലേക്കാകുന്നു. ഇസ്രായേൽ സന്തതികളോട് ചോദിക്കുക, സ്പഷ്ടമായ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് നാം അവർക്ക് നൽകിയത്. അല്ലാഹുവിൻ്റെ അനുഗ്രഹം തനിക്ക് വന്നു കിട്ടിയ ശേഷം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വല്ലവനും അത് മാറ്റിമറിക്കുന്നതായാൽ തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അവിശ്വാസികൾക്ക് ഇഹലോക ജീവിതം അലങ്കൃതമായി കാണിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസികളെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൂക്ഷ്മത പാലിക്കുന്നവരാകട്ടെ പുനരുത്ഥാന നാളിൽ അവരുടെ മേലെയായിരിക്കും. അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അനുഗ്രഹങ്ങൾ നൽകുന്നു. മനുഷ്യർ ഒരൊറ്റ സമുദായമായിരുന്നു. പിന്നീട് അവർ വ്യത്യസ്ത ചേരികളായി പിരിഞ്ഞു. അപ്പോൾ സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീതു നൽകുന്നവരുമായ പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചു. മനുഷ്യർക്കിടയിൽ ഭിന്നാഭിപ്രായമുള്ള കാര്യങ്ങളിൽ താൻ വിധി കൽപ്പിക്കുന്നതിനായി സത്യം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം അവരോടൊപ്പം അവൻ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങൾ വന്നുകിട്ടിയ ശേഷം അവരുടെ അന്യോന്യ സ്പർദ്ധ നിമിത്തം അത് നൽകപ്പെട്ടവരല്ലാതെ അതിൽ വേദഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചിട്ടില്ല. അങ്ങനെ ഏതൊരു സത്യത്തിൽ അവർ ഭിന്നിച്ചുവോ അതിലേക്ക് അല്ലാഹു തന്റെ കൽപ്പനപ്രകാരം വിശ്വസിച്ചവരെ നയിച്ചു. അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടേതുപോലുള്ള പരീക്ഷണസ്ഥിതി നിങ്ങൾക്കിതുവരെയും വന്നെത്തിയിട്ടില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ ധരിച്ചുവോ? അവരെയാകട്ടെ ദുരിതങ്ങളും വിപത്തുകളും ബാധിച്ചു. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴാണ് വരികയെന്ന് പ്രവാചകനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറയുമാറ് അവർ വിറപ്പിക്കപ്പെടുകയുമുണ്ടായി. അറിയുക, നിശ്ചയമായും അല്ലാഹുവിൻ്റെ സഹായം സമീപസ്ഥമാകുന്നു. ചെലവാക്കേണ്ടത് എന്താണെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, നല്ല ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവാക്കുന്നതെന്തോ അത് പ്രധാനമായും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിയാത്രക്കാർക്കും അവകാശപ്പെട്ടതാണ്. നിങ്ങൾ ഏതൊരു നല്ല കാര്യം ചെയ്യുന്നുവോ അതിനെ സംബന്ധിച്ച് നിശ്ചയമായും അല്ലാഹു നല്ലപോലെ അറിയുന്നവനാണ്. യുദ്ധം ചെയ്യുന്നത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. അതാകട്ടെ നിങ്ങൾക്ക് അനിഷ്ടകരവുമാണ്. ഒരു കാര്യം നിങ്ങൾക്ക് ഗുണകരമായിരിക്കെ നിങ്ങൾ അത് വെറുത്തുവെന്നും വരാം. ഒരു കാര്യം നിങ്ങൾക്ക് ദോഷകരമായിരിക്കെ അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെന്നും വരാം. അല്ലാഹു എല്ലാം അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ആദരണീയ മാസത്തെ അതിൽ യുദ്ധം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതിൽ യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധമാണ്.
എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നു ജനങ്ങളെ തടയുന്നതും അവനെ നിഷേധിക്കുന്നതും മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ വിലക്കുന്നതും അവിടുത്തെ നിവാസികളെ അതിൽ നിന്നു ബഹിഷ്കരിക്കുന്നതും അള്ളാഹുവിന്റെ പക്കൽ അതിനേക്കാൾ വലിയ അപരാധമാകുന്നു. ഫിത്ന കൊലയേക്കാൾ വലിയ കുറ്റമത്രേ. അവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്നു നിങ്ങളെ പിന്തിരിപ്പിക്കുവോളം അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളിൽ നിന്ന് തന്റെ മതത്തിൽ നിന്നു പിന്തിരിഞ്ഞു പോവുകയും അങ്ങനെ അയാൾ അവിശ്വാസിയായും കൊണ്ട് മരിക്കുകയും ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായി പോകുന്നതാണ്. അവർ നരകാവകാശികളാകുന്നു. അവരതിൽ ദീർഘകാലം വസിക്കുന്നവരായിരിക്കും. വിശ്വസിക്കുകയും വിശ്വാസ സംരക്ഷണത്തിനായി സ്വദേശം വെടിയുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ തീവ്രയത്നം നടത്തുകയും ചെയ്തവർ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നവരാണ്. അള്ളാഹു സർവദാ പുറത്തു കൊടുക്കുന്നവനും നിരന്തരം കൃപ ചെയ്യുന്നവനുമാകുന്നു. അവർ നിന്നോട് മദ്യത്തെയും ചൂതിനെയും സംബന്ധിച്ച് ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും വലിയ ദോഷവും ജനങ്ങൾക്ക് ചില ഗുണങ്ങളുമുണ്ട്. എങ്കിലും അവയുടെ ദോഷം അവയുടെ ഗുണത്തേക്കാൾ വളരെ വലുതാണ്. തങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടതെന്നും അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, പ്രയാസം കൂടാതെ ചെലവഴിക്കുവാൻ കഴിയുന്നത്ര. ഇപ്രകാരം അള്ളാഹു തന്റെ കൽപ്പനകൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. ഇഹലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു പ്രവർത്തിക്കുന്നതിനു വേണ്ടി. അനാഥരെ സംബന്ധിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ്. അവരുമായി നിങ്ങൾ കൂടിക്കലർന്നു ജീവിക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. കുഴപ്പമുണ്ടാക്കുന്നവരെ നന്മ വരുത്തുന്നവരിൽ നിന്നു അള്ളാഹു വേർതിരിച്ചറിയുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കുമായിരുന്നു. നിശ്ചയമായും അള്ളാഹു പ്രതാപവാനും യുക്തിജ്ഞനുമത്രേ. ബഹുദൈവ വിശ്വാസിനികളെ, അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. വിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീ ബഹുദൈവ വിശ്വാസിനിയായ ഒരു സ്വതന്ത്ര സ്ത്രീയേക്കാൾ തീർച്ചയായും ഉത്തമയാകുന്നു. അവർ നിങ്ങൾക്ക് എത്ര കൗതുകം ജനിപ്പിച്ചാലും ശരി. അപ്രകാരം തന്നെ ബഹുദൈവ വിശ്വാസികൾക്ക് അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നതുവരെ മുസ്ലിം സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുക്കരുത്. വിശ്വാസിയായ ഒരു അടിമ സ്വതന്ത്രനായ ഒരു ബഹുദൈവ വിശ്വാസിയേക്കാൾ തീർച്ചയായും ഉത്തമനാണ്. അവൻ നിങ്ങൾക്ക് എത്ര തന്നെ കൗതുകമുളവാക്കിയാലും ശരി, അക്കൂട്ടർ നരകാഗ്നിയിലേക്ക് വിളിക്കുന്നു. അള്ളാഹുവാകട്ടെ തന്റെ വിധി പ്രകാരം സ്വർഗത്തിലേക്കും പാപമുക്തിയിലേക്കുമാണ് ക്ഷണിക്കുന്നത്. അവൻ തന്റെ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു, അവർ ഉപദേശം സ്വീകരിക്കുന്നതിനു വേണ്ടി. ആർത്തവത്തെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതൊരു അസ്വസ്ഥ്യമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആർത്തവകാലത്ത് സ്ത്രീകളിൽ നിന്നു അകന്നു കഴിയുക. അവർ ശുദ്ധിയാകുന്നതുവരെ നിങ്ങൾ അവരെ സമീപിക്കരുത്. അവർ കുളിച്ച് സ്വയം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച പ്രകാരം നിങ്ങൾ അവരുടെ അടുക്കൽ ചെന്നുകൊള്ളുക. നിശ്ചയമായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ സ്നേഹിക്കുന്നു. ബാഹ്യവും ആന്തരികവുമായി പരിശുദ്ധി കൈവരിക്കുന്നവരെയും അവൻ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്കൊരു കൃഷിയിടമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കും വിധം നിങ്ങളുടെ കൃഷിയിടത്തേക്ക് ചെന്നുകൊള്ളുക. നിങ്ങൾക്കാവശ്യമായത് മുൻകൂട്ടി ചെയ്തു വെക്കുകയും വേണം. അള്ളാഹുവിനെ ഭയപ്പെടുക. അവനുമായി നിങ്ങൾ കണ്ടുമുട്ടുന്നവരാണെന്ന് അറിഞ്ഞുകൊള്ളുക. സത്യവിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. നന്മ ചെയ്യുകയും സൂക്ഷ്മത പാലിക്കുകയും ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനായി അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ ശബദത്തിന് ഒരു ലക്ഷ്യമാക്കരുത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാകുന്നു. നിങ്ങളുടെ ശബദങ്ങളിലെ നിരർത്ഥകമായതിനെ സംബന്ധിച്ച് നിങ്ങളെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങൾ ബോധപൂർവം സമ്പാദിച്ചതിന് അവൻ നിങ്ങളെ ശിക്ഷിക്കുന്നതാണ്. അള്ളാഹു സർവദാ പുറത്തു കൊടുക്കുന്നവനും സഹിഷ്ണുതയുള്ളവനുമാകുന്നു. തങ്ങളുടെ ഭാര്യമാരുമായി സംസർഗം ചെയ്യുന്നതല്ലെന്ന് ശപഥം ചെയ്യുന്നവർക്ക് പരമാവധി 4 മാസം പ്രതീക്ഷിക്കാവുന്നതാണ്.
പിന്നെ അവർ ഈ കാലങ്ങളിൽ രഞ്ജിപ്പുദ്ദേശിച്ചു മടങ്ങുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹു സർവഥാ പുറത്തു കൊടുക്കുന്നവനും വളരെ കൃപ ചെയ്യുന്നവനുമത്രേ. ഇനി അവർ വിവാഹമോചനത്തിനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർ അറിഞ്ഞിരിക്കട്ടെ, നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാകുന്നു. വിവാഹമോചിതരായ സ്ത്രീകൾ 3 ആർത്തവകാലം വരെ സ്വയം നിയന്ത്രിച്ചു കാത്തിരിക്കേണ്ടതാണ്. അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർ അറിഞ്ഞിരിക്കട്ടെ, അവരുടെ ഗർഭാശയങ്ങളിൽ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളതിന് മറച്ചുവെക്കുന്നത് അവർക്കനുവദനീയമല്ല. അവരുടെ ഭർത്താക്കന്മാർ രഞ്ജിപ്പാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ ആ കാലയളവിൽ അവരെ തിരിച്ചെടുക്കുന്നതിന് കൂടുതൽ അവകാശമുള്ളവരാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരോട് ചില ബാധ്യതകളുള്ളതുപോലെ തന്നെ മര്യാദയനുസരിച്ച് പുരുഷന്മാരിൽ നിന്ന് ചില അവകാശങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കേണ്ടതുമുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് അവരുടെ മേൽ ഒരു പദവിയുണ്ട്. അല്ലാഹു പ്രതാപശാലിയും യുക്തിജ്ഞനുമാകുന്നു. റദ്ദാക്കാവുന്ന വിവാഹമോചനം 2 പ്രാവശ്യമാണ്. പിന്നീട് ന്യായമായ നിലയിൽ കൂടെ നിർത്തുകയോ ഔദാര്യപൂർവ്വം വിട്ടയക്കുകയോ ചെയ്യാം. നിങ്ങൾ ഭാര്യന്മാർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്നു യാതൊന്നും തിരികെ വാങ്ങുന്നത് നിങ്ങൾക്ക് അനുവദനീയമല്ല. 2 പേരും അല്ലാഹുവിൻ്റെ നിയമാതിർത്തികളെ നിലനിർത്തുകയില്ലെന്ന് ഭയപ്പെടുന്നെങ്കിലല്ലാതെ. എന്നാൽ അല്ലാഹുവിൻ്റെ നിയമപരിധികളെ പാലിക്കുവാൻ അവർക്ക് കഴിയാതെ വരുമെന്നു നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അപ്പോൾ എന്തു നൽകിക്കൊണ്ട് അവൾ വിവാഹമോചനം നേടുന്നുവോ അതിലവർക്കിരുവർക്കും കുറ്റമില്ല. അല്ലാഹുവിൻ്റെ നിയമപരിധികളാണിവ. അതുകൊണ്ട് ഇവയെ നിങ്ങൾ ലംഘിക്കരുത്. ആരെങ്കിലും അല്ലാഹുവിൻ്റെ നിയമപരിധികളെ അതിലംഘിക്കുന്നുവെങ്കിൽ അറിയുക, അവർ തന്നെയാണ് അധർമ്മികൾ. പിന്നീട് 3-ാം പ്രാവശ്യം അവൻ അവളുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയെങ്കിൽ അതിനുശേഷം അവനല്ലാതെ മറ്റൊരു ഭർത്താവിനെ അവൾ വിവാഹം ചെയ്യുകയും ആ ബന്ധം വേർപ്പെടുകയും ചെയ്യുന്നതുവരെ അവൾ അവന് അനുവദനീയമാവുകയില്ല. പിന്നെ ആ 2ാമത്തെ ആൾ അവളെ വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ വിവാഹബന്ധത്തിലേക്ക് അവരന്യോന്യം തിരിച്ചു വരുന്നതിൽ അവർക്ക് കുറ്റമൊന്നുമില്ല. അല്ലാഹുവിൻ്റെ നിയമപരിധികൾ നിലനിർത്തുവാൻ കഴിയുമെന്ന് ഇരുവരും കരുതുന്നുവെങ്കിൽ ഇവ അല്ലാഹുവിൻ്റെ നിയമപരിധികളത്രേ. ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് അവൻ അവയെ വിശദീകരിച്ചു കൊടുക്കുന്നു. നിങ്ങൾ സ്ത്രീകളെ റദ്ദാക്കുന്ന വിവാഹമോചനം ചെയ്തിട്ട് അവർ അവരുടെ ഇദ്ദയുടെ അവസാന അവധി വരെ എത്തിയാൽ നിങ്ങൾ അവരെ തിരിച്ചെടുത്ത് ന്യായമായ നിലയിൽ കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ ന്യായമായ നിലയിൽ അവരെ വിട്ടയക്കുകയോ ചെയ്യുക. എന്നാൽ അതിക്രമം പ്രവർത്തിക്കുവാൻ വേണ്ടി തെറ്റായ നിലയിൽ നിങ്ങൾ അവരെ കൂടെ നിർത്തരുത്. ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നതായാൽ നിശ്ചയമായും അവൻ തന്നോട് തന്നെയാണ് അധർമ്മം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിൻ്റെ കൽപ്പനകളെ പരിഹാസപാത്രമാക്കരുത്. അല്ലാഹു നിങ്ങൾക്കു ചെയ്തിട്ടുള്ള അനുഗ്രഹത്തെയും നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്ന ഗ്രന്ഥത്തെയും അതിലെ തത്വജ്ഞാനത്തെയും നിങ്ങൾ സ്മരിക്കുക. അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുക. അല്ലാഹു എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം അറിയുന്നവനാണെന്ന് നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുക. നിങ്ങൾ സ്ത്രീകളെ വിവാഹബന്ധത്തിൽ നിന്നു മോചിപ്പിക്കുകയും അവർ തങ്ങളുടെ ഇദ്ദയുടെ അവധിയെത്തുകയും ചെയ്താൽ അവർ മര്യാദയനുസരിച്ച് പരസ്പരം തൃപ്തിപ്പെടുന്ന പക്ഷം അവരുടെ പൂർവ്വ ഭർത്താക്കന്മാരെ വീണ്ടും വിവാഹം ചെയ്യുന്നതിൽ നിന്നു നിങ്ങൾ അവരെ തടയരുത്. നിങ്ങളിൽ നിന്നു അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെടുന്ന ഉപദേശമാണിത്. ഇതാകട്ടെ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹീതവും പരിശുദ്ധവുമായിട്ടുള്ളതാണ്. അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. മാതാക്കൾ അവരുടെ ശിശുക്കൾക്ക് പൂർണ്ണമായും 2 വർഷം മുല കൊടുക്കേണ്ടതാണ്. നിശ്ചിത കാലം വരെ മുലയൂട്ടൽ പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കത്രേ ഈ വിധി. കുട്ടി ജനിച്ചതാർക്കാണോ അവൻ ആ മാതാക്കൾക്ക് മര്യാദപ്രകാരം ആഹാരവും വസ്ത്രവും നൽകുവാൻ ബാധ്യസ്ഥനാണ്. ഒരാളും അയാൾക്ക് കഴിവുള്ളതിനല്ലാതെ നിർബന്ധിക്കപ്പെടുന്നില്ല. മാതാവിനെ അവളുടെ കുട്ടി മൂലം വിഷമിപ്പിക്കരുത്. അത് ജനിച്ചതാർക്കാണോ അവനെയും ആ കുട്ടി മൂലം വിഷമിപ്പിക്കരുത്. പിതാവ് മരിച്ചു പോയെങ്കിൽ അയാളുടെ അവകാശിക്കും ഇതുപോലുള്ള ബാധ്യതയുണ്ട്. ഇനി ഇരുവരും മാതാപിതാക്കൾ പരസ്പരം കൂടിയാലോചിച്ചും തൃപ്തിപ്പെട്ടും കുട്ടിയുടെ മുലകുടി മാറ്റുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് കുറ്റമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ശിശുക്കൾക്ക് മറ്റു സ്ത്രീകളെ കൊണ്ട് മുല കൊടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ
അതിനും നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. നിങ്ങൾ പ്രതിഫലമായി നിശ്ചയിച്ചത് മര്യാദപ്രകാരം കൊടുത്തു വീട്ടിയെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തും അള്ളാഹു ശരിക്കും കാണുന്നുണ്ടെന്നറിയുക. നിങ്ങളിൽ നിന്നു മരണമടയുന്നവരുടെ ശേഷിച്ചിരിക്കുന്ന ഭാര്യമാർ സ്വയം നിയന്ത്രിച്ചു 4 മാസവും 10 ദിവസവും ദീക്ഷയനുഷ്ഠിക്കേണ്ടതാണ്. അങ്ങനെ അവർ തങ്ങളുടെ അവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ന്യായമായ നിലയിൽ സ്വന്തം കാര്യത്തിൽ അവർ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തും അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനത്രേ. അത്തരം സ്ത്രീകളുമായി വിവാഹാലോചന ചെയ്യുന്നതിന് നിങ്ങൾ സൂചന നൽകുകയോ അതല്ലെങ്കിൽ അക്കാര്യം നിങ്ങളുടെ മനസ്സുകളിൽ മറച്ചുവെക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. തീർച്ചയായും അവരെപ്പറ്റി വിചാരമുണ്ടാകുമെന്ന് അള്ളാഹുവിനറിയാം. എങ്കിൽ നിങ്ങൾ മാന്യമായ വാക്ക് പറയുകയല്ലാതെ നിങ്ങൾ അവരുമായി രഹസ്യ വാഗ്ദാനം ചെയ്യരുത്. ഇദ്ദയുടെ നിർദ്ദിഷ്ടാവധിയെത്തുന്നതുവരെ നിങ്ങൾ വിവാഹബന്ധമുറപ്പിക്കുകയും അരുത്. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹുവിനറിയുന്നുവെന്നു നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അവനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അള്ളാഹു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനും സഹിഷ്ണുതയുള്ളവനുമാണെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ട് അവരെ സ്പർശിച്ചിട്ടില്ലാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ വിവാഹമൂല്യമായി ഒന്നും നിശ്ചയിച്ചിട്ടില്ലാത്ത അവസ്ഥയിലോ അവരെ വിവാഹമോചനം ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. എന്നാൽ ഈ സ്ഥിതിയിൽ നിങ്ങൾ അവർക്ക് ജീവിത വിഭവം നൽകേണ്ടതാണ്. സമ്പന്നൻ അവൻ്റെയും ദരിദ്രൻ അവൻ്റെയും കഴിവനുസരിച്ച് മര്യാദപ്രകാരമുള്ള ജീവിത വിഭവം. സദ്വൃത്തന്മാർക്കതൊരു ബാധ്യതയാകുന്നു. നിങ്ങൾ അവർക്ക് വിവാഹമൂല്യം നിശ്ചയിച്ചു കൊടുത്തിരിക്കെ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് വിവാഹമോചനം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ചതിൻ്റെ പകുതി കൊടുക്കേണ്ടതാണ്. അവർ വിട്ടുവീഴ്ച ചെയ്യുകയോ അല്ലെങ്കിൽ വിവാഹബന്ധം ആരുടെ അധികാരത്തിലാണോ ആൾ വിട്ടുവീഴ്ച ചെയ്യുന്നെങ്കിൽ ഒഴികെ. എന്നാൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ദൈവഭക്തിയുമായി ഏറ്റവും അടുത്തത്. നിങ്ങൾക്കിടയിലുള്ള ഔദാര്യം നിങ്ങൾ മറക്കരുത്. നിശ്ചയമായും നിങ്ങൾ ചെയ്യുന്നതെന്തും അല്ലാഹു നല്ലവണ്ണം കാണുന്നവനാണ്. എല്ലാ നമസ്കാരങ്ങളും വിശിഷ്യ മധ്യനമസ്കാരവും നിങ്ങൾ സംരക്ഷിക്കുക. നിങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ അനുസരണമുള്ളവരായി നിൽക്കുക. ഇനി നിങ്ങൾ ശത്രുക്കളെ ഭയപ്പെടുന്നുവെങ്കിൽ നടന്നുകൊണ്ടോ സവാരി ചെയ്തുകൊണ്ടോ നമസ്കരിക്കുക. എന്നാൽ നിങ്ങൾ നിർഭയരായാൽ മുമ്പ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തത് അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതു പ്രകാരം നിങ്ങൾ അവനെ സ്മരിക്കുക. നിങ്ങളിൽ നിന്നു വല്ലവരും മരണപ്പെടുകയും ഭാര്യമാരെ വിട്ടേച്ചു പോവുകയും ചെയ്യുന്നതായാൽ തങ്ങളുടെ ഭാര്യമാരെ വീട്ടിൽ നിന്ന് പുറത്താക്കാതെ 1 വർഷം വരെ അവർക്ക് ജീവനാംശം നൽകണമെന്ന് വസിയത്ത് ചെയ്യേണ്ടതാണ്. എന്നാൽ അവർ സ്വമനസ്സാലെ പുറത്തു പോകുന്ന പക്ഷം അവർ തങ്ങളുടെ കാര്യത്തിൽ ന്യായമായി എന്തു ചെയ്യുന്നുവോ അതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. അല്ലാഹു പ്രതാപശാലിയും അഗാധജ്ഞാനിയുമാകുന്നു. വിവാഹമോചിതരായ സ്ത്രീകൾക്കും ന്യായാനുസരണം ജീവനാംശം നൽകേണ്ടതാണ്. ഇക്കാര്യം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നാം ഒരു ബാധ്യതയാക്കിയിരിക്കുന്നു. ഇപ്രകാരം അല്ലാഹു അവന്റെ കൽപ്പനകളെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുന്നതിനു വേണ്ടി. തങ്ങൾ അനേകായിരം പേരുണ്ടായിരിക്കെ തന്നെ മരണഭയം മൂലം തങ്ങളുടെ വീടുകളിൽ നിന്നു പുറപ്പെട്ടു പോയവരെപ്പറ്റി നീ അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ മരിക്കുവിൻ എന്ന് അല്ലാഹു അവരോട് പറഞ്ഞു. പിന്നെ അവൻ അവരെ ജീവിപ്പിച്ചു. നിശ്ചയമായും അല്ലാഹു മനുഷ്യരോട് വളരെ ഔദാര്യമുള്ളവനാണ്. എന്നാൽ ജനങ്ങളിലധികം പേരും നന്ദി കാണിക്കുന്നില്ല. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ അടരാടുക. നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാണെന്ന് ഗ്രഹിച്ചുകൊള്ളുക. അല്ലാഹുവിന് നല്ല കടം നൽകുന്നവനാരുണ്ട്? അങ്ങനെ നൽകുന്നതായാൽ അവനതിനെ ധനത്തെ അനേകമിരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലാഹു ധനം വാങ്ങുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അവനിലേക്കു തന്നെയാണ് നിങ്ങളുടെ മടക്കം. മൂസാക്കു ശേഷം ബനു ഇസ്രായേലിൽ നിന്നുള്ള നേതാക്കന്മാരുടെ അവസ്ഥ നീ അറിഞ്ഞിട്ടില്ലേ? ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരിക, എങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ സന്നദ്ധരായി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാമെന്ന് അവർ തങ്ങളുടെ ഒരു പ്രവാചകനോട് പറഞ്ഞ അവസരം.
അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ നിന്നും സന്തതികളിൽ നിന്നും പുറന്തള്ളപ്പെട്ടിരിക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കേണ്ട കാര്യമെന്ത്? എന്നാൽ അവർക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അവരിൽ നിന്ന് ചുരുക്കം പേരൊഴികെ ബാക്കിയെല്ലാവരും പിന്മാറിക്കളയുകയാണുണ്ടായത്. അള്ളാഹു അധർമ്മികളെ സംബന്ധിച്ച് നല്ല പോലെ അറിവുള്ളവനത്രേ. അള്ളാഹു താലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, രാജാധികാരത്തിനുള്ള അർഹത അദ്ദേഹത്തെക്കാൾ ഞങ്ങൾക്കുണ്ടായിരിക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ മേൽ ആധിപത്യം ലഭിക്കുക? അദ്ദേഹത്തിന് ധനസമൃദ്ധിയും നൽകപ്പെട്ടിട്ടില്ലല്ലോ. അവരുടെ പ്രവാചകൻ പറഞ്ഞു, നിശ്ചയമായും അള്ളാഹു അദ്ദേഹത്തെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനാക്കുകയും അദ്ദേഹത്തിന് വിശാലമായ പാണ്ഡിത്യവും ശരീരബലവും നൽകുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് അവൻ തൻ്റെ ആധിപത്യം നൽകുന്നു. അള്ളാഹു വിശാലതയുള്ളവനും സർവജ്ഞനുമാകുന്നു. അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തിനുള്ള അടയാളം ആ താബൂത്ത് നിങ്ങൾക്ക് വന്നു കിട്ടുകയാകുന്നു. അതിൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള മനസ്സമാധാനവും മൂസായുടെ കുടുംബവും ഹാറൂന്റെ കുടുംബവും വിട്ടേച്ചു പോയവയുടെ ശേഷിപ്പുകളുമുണ്ട്. മലക്കുകളായിരിക്കും അത് ചുമന്നുകൊണ്ടുവരിക. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്കതിൽ മഹത്തായൊരു ദൃഷ്ടാന്തമുണ്ട്. പിന്നീട് താലൂത്ത് സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു നിങ്ങളെ ഒരു നദി മുഖേന പരീക്ഷിക്കുന്നതാണ്. തന്മൂലം ആരെങ്കിലും അതിൽ നിന്ന് യഥേഷ്ടം വെള്ളം കുടിക്കുകയാണെങ്കിൽ അവൻ ഞാനുമായി ബന്ധമുള്ളവനല്ല. അത് രുചിക്കാതിരിക്കുന്നവനാകട്ടെ തീർച്ചയായും ഞാനുമായി ബന്ധമുള്ളവനാകുന്നു. എന്നാൽ തൻ്റെ കൈകൊണ്ട് ഒരു കുമ്പിൾ വെള്ളം കോരിയെടുത്തവൻ അതിലുൾപ്പെടുകയില്ല. എന്നിട്ട് അവരിൽ ചുരുക്കം പേരൊഴികെ മറ്റെല്ലാവരും അതിൽ നിന്ന് യഥേഷ്ടം കുടിക്കുകയത്രേ ചെയ്തത്. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന സത്യവിശ്വാസികളും നദി കടന്നപ്പോൾ അവരിലെ ബലഹീന വിശ്വാസികൾ പറഞ്ഞു, ഇന്നേ ദിവസം ജാലൂത്തിനെയും അവൻ്റെ സൈന്യത്തെയും നേരിടുവാൻ ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല. പക്ഷേ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നവർ പറഞ്ഞു, എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് അള്ളാഹുവിൻ്റെ ആനുകൂല്യത്തോടെ വലിയ സംഘങ്ങളെ ജയിച്ചടക്കിയിട്ടുള്ളത്. അള്ളാഹു സഹനശീലരുടെ കൂടെയാകുന്നു. എന്നിട്ട് അവർ ജാലൂത്തിൻ്റെയും അവൻ്റെ സൈന്യങ്ങളുടെയും നേരെ യുദ്ധത്തിനായി പുറപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ സഹനശക്തി ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും അവിശ്വാസികൾക്കെതിരായി ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹിതപ്രകാരം സത്യവിശ്വാസികൾ ശത്രുക്കളെ പരാജയപ്പെടുത്തി ഓടിച്ചു. ജാലൂത്തിനെ ദാവൂദ് വധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അള്ളാഹു ആധിപത്യവും ദുഷണാശക്തിയും നൽകുകയും അവനുദ്ദേശിച്ചതിൽ നിന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയുമുണ്ടായി. അള്ളാഹു മനുഷ്യരെ അവരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് തടയുന്നില്ലായിരുന്നുവെങ്കിൽ ഭൂതലം കുഴപ്പത്തിൽ ആപതിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു അഖില ലോകത്തിനും ഔദാര്യമേകുന്നവനത്രേ. ഇവയൊക്കെ അള്ളാഹുവിൻ്റെ അടയാളങ്ങളാകുന്നു. സത്യാധിഷ്ഠിതമായ നിലയിൽ നാം അത് നിനക്ക് വിവരിച്ചു തരുന്നു. നിശ്ചയമായും നീ ദൈവദൂതന്മാരിൽ ഉൾപ്പെട്ടവൻ തന്നെയാണ്. ആ മേൽപ്പറഞ്ഞ ദൈവദൂതരിൽ ചിലരെ മറ്റു ചിലരേക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അള്ളാഹു പ്രത്യേകമായി സംസാരിച്ച ചിലർ അവരിൽ ഉൾപ്പെടുന്നു. ചിലരെ അവൻ പല പദവികളിൽ ഉയർത്തിയിട്ടുമുണ്ട്. മറിയമിന്റെ മകൻ ഈസാക്ക് നാം വ്യക്തമായ തെളിവുകൾ നൽകുകയും പരിശുദ്ധാത്മാവിനെ കൊണ്ട് അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ശേഷം വന്നവർ അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയ ശേഷം പരസ്പരം കലഹിക്കുമായിരുന്നില്ല. എന്നാൽ അവർ ഭിന്നിച്ചു. അങ്ങനെ സത്യവിശ്വാസം സ്വീകരിച്ച ചിലർ അവരിലുണ്ട്, അവിശ്വസിച്ച മറ്റു ചിലരും അവരിലുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ അന്യോന്യം കലഹിക്കുമായിരുന്നില്ല. എന്നാൽ താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു പ്രവർത്തിക്കുന്നു. വിശ്വസിച്ചവരെ ക്രയവിക്രയമോ മൈത്രീബന്ധമോ ശുപാർശയോ ഇല്ലാത്ത ഒരു നാൾ വരുന്നതിന് മുമ്പ് നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യുക.
ഈ കൽപ്പന നിഷേധിക്കുന്നവർ തന്നെയാണ് അധർമ്മകാരികൾ. അല്ലാഹു, അവനല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനും എല്ലാറ്റിനെയും നിലനിർത്തുന്നവനുമാകുന്നു. മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അവൻ്റേതാകുന്നു. അവൻ്റെ അനുമതി കൂടാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവനാരുണ്ട്? അവരുടെ മനുഷ്യരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതുമെല്ലാം അവൻ അറിയുന്നു. അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും അവർ പ്രാപിക്കുന്നില്ല. അവൻ്റെ സിംഹാസനം ആകാശങ്ങളിലും ഭൂമിയിലും വ്യാപിച്ചു നിൽക്കുന്നു. അവയുടെ സംരക്ഷണം അവനെ ക്ഷീണിപ്പിക്കുന്നില്ല. അവൻ അത്യുന്നതനും മഹാനുഭാവനുമാകുന്നു. മതത്തിൽ ഒരു വിധത്തിലുള്ള ബലപ്രയോഗവുമില്ല. തീർച്ചയായും സന്മാർഗം ദുർമാർഗത്തിൽ നിന്നും വ്യതിരിക്തമായിരിക്കുന്നു. അതിനാൽ ആര് ദുഃശക്തികളെ നിരാകരിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ, തീർച്ചയായും അവൻ ഏറ്റവും ഉറപ്പുള്ള കൈപ്പിടിയിലാണ് പിടിച്ചിരിക്കുന്നതെന്ന് ധരിച്ചുകൊള്ളുക. അത് ഒരിക്കലും മുറിഞ്ഞു പോകുന്നതല്ല. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു. അല്ലാഹു സത്യവിശ്വാസം സ്വീകരിച്ചവരുടെ മിത്രമാകുന്നു. അവൻ അവരെ നാനാതരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്ന് വിമുക്തരാക്കി പ്രകാശത്തിലേക്ക് നയിക്കുന്നു. അവിശ്വസിച്ചവരാകട്ടെ അവരുടെ മിത്രങ്ങൾ ദുശക്തികളത്രേ. അവർ അവരെ പ്രകാശത്തിൽ നിന്നും അകറ്റി അന്ധകാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അക്കൂട്ടർ നരകാവകാശികളാണ്. അവർ അതിൽ ചിരകാലവാസികളായിരിക്കും. അല്ലാഹു തനിക്ക് ആധിപത്യം നൽകിയത് കാരണത്താലുള്ള ഗർവ് നിമിത്തം ഇബ്രാഹീമിനോട് അദ്ദേഹത്തിൻ്റെ നാഥനെ സംബന്ധിച്ച് തർക്കിച്ചവനെപ്പറ്റിയുള്ള വിവരം നിനക്ക് ലഭിച്ചിട്ടില്ലേ? എൻ്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് ഇബ്രാഹീം പറഞ്ഞപ്പോഴാണതുണ്ടായത്. അവൻ പറഞ്ഞു, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ഇബ്രാഹീം പറഞ്ഞു, എന്നാൽ അല്ലാഹു സൂര്യനെ കിഴക്കുനിന്ന് ഉദിപ്പിച്ചു കൊണ്ടുവരുന്നുവല്ലോ, നീ അതിനെ പടിഞ്ഞാറു നിന്ന് കൊണ്ടുവരിക. അപ്പോൾ ആ വിശ്വാസി അമ്പരന്നു നിശബ്ദനായി. അല്ലാഹു അധർമ്മികളായ ജനങ്ങളെ വിജയമാർഗത്തിൽ നയിക്കുകയില്ല. അല്ലെങ്കിൽ ഒരു പട്ടണത്തിലൂടെ നടന്നു പോയവന്റെ സ്ഥിതി പോലെ അത് അതിൻ്റെ മേൽത്തട്ടുകളുടെ മേൽ വീണു തകർന്നു കിടക്കുകയായിരുന്നു. അതു കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതിൻ്റെ നാശത്തിനു ശേഷം അല്ലാഹു എപ്പോഴാണ് അതിനെ പുനരുജ്ജീവിപ്പിക്കുക? അങ്ങനെ അല്ലാഹു അദ്ദേഹത്തെ സ്വപ്നത്തിൽ 100 കൊല്ലം മരിച്ച നിലയിലാക്കി. പിന്നെ അവൻ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അല്ലാഹു ചോദിച്ചു, ഈ സ്ഥിതിയിൽ നീ എത്ര കാലം കഴിച്ചുകൂട്ടി? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സ്ഥിതിയിൽ 1 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസത്തിൻ്റെ അല്പം ഭാഗമോ കഴിച്ചുകൂട്ടി. അല്ലാഹു പറഞ്ഞു, ബാഹ്യാവസ്ഥയിൽ അത് ശരി തന്നെ, പക്ഷേ നീ സ്വപ്നാവസ്ഥയിൽ 100 കൊല്ലക്കാലം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. നിന്റെ ആഹാരപാനീയങ്ങൾ നോക്കുക, അവ ജീർണിച്ചിട്ടില്ല. നിന്റെ കഴുതയെയും നോക്കുക, ഇതു രണ്ടും സുരക്ഷിതമായി കണ്ട് നിന്റെ ധാരണയും നമ്മുടെ ധാരണയും അതാതിൻ്റെ സ്ഥാനത്ത് ശരിയാണെന്ന വസ്തുത നീ മനസ്സിലാക്കുക. നിന്നെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമാക്കുന്നതിന് വേണ്ടിയാണിത്. അസ്ഥികൾ നോക്കുക, നാം എങ്ങനെയാണ് അവ പരസ്പരം ഘടിപ്പിക്കുകയും പിന്നെ അതിൽ മാംസം പിടിപ്പിക്കുകയും ചെയ്യുന്നതെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് ഈ യാഥാർത്ഥ്യം വ്യക്തമായി മനസ്സിലായപ്പോൾ, അല്ലാഹു സർവശക്തനാണെന്ന് ഞാൻ അറിയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇബ്രാഹീം പറഞ്ഞ സന്ദർഭവും ഓർക്കുക. എൻ്റെ നാഥ, മരിച്ചവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരിക. അല്ലാഹു പറഞ്ഞു, നീ വിശ്വസിച്ചിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എൻ്റെ മനസ്സമാധാനത്തിനു വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചത്. അല്ലാഹു പറഞ്ഞു, നീ 4 പക്ഷികളെ പിടിച്ച് അവയെ നീയുമായി നല്ല പോലെ ഇണക്കുക. എന്നിട്ട് അവയിൽ ഓരോ ഇനത്തെയും ഓരോ കുന്നിന്മേൽ വയ്ക്കുക. പിന്നീട് അവയെ വിളിക്കുക, എന്നാൽ അവ നിന്റെ അടുക്കിലേക്ക് ഓടിവരുന്നതാണ്. അല്ലാഹു പ്രതാപവാനും യുക്തിജ്ഞനുമാണെന്ന് അറിഞ്ഞുകൊള്ളുക. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവാക്കുന്നവരുടെ ഉപമ ഒരു ധാന്യമണിയുടേതുപോലെയാകുന്നു. അത് 7 കതിരുകളെ ഉൽപ്പാദിപ്പിച്ചു. ഓരോ കതിരിലും 100 മണി വീതമുണ്ട്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇതിനേക്കാൾ ഇരട്ടിയായി നൽകുന്നതാണ്. അല്ലാഹു ഔദാര്യവാനും സർവജ്ഞനുമാകുന്നു.
അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവ് ചെയ്യുകയും പിന്നീട് അതിനെ തുടർന്ന് തങ്ങൾ ചെലവ് ചെയ്തത് അത് സ്വീകരിച്ചവരോട് ഔദാര്യമായി എടുത്തു പറയാതിരിക്കുകയും അവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ നാഥന്റെ പക്കൽ അവരുടെ പ്രതിഫലമുണ്ട്. അവർക്ക് യാതൊരുവിധ ഭയവും ഉണ്ടായിരിക്കുകയില്ല. അവർ ദുഃഖിക്കുന്നവരുമല്ല. നല്ല വാക്ക് പറയുന്നതും തെറ്റുകുറ്റങ്ങൾ മാപ്പു ചെയ്തു കൊടുക്കുന്നതും ഉപദ്രവവാക്കുകൾ പിന്തുടരുന്ന ദാനധർമ്മത്തേക്കാൾ ഉത്തമമാകുന്നു. അല്ലാഹു സ്വയം പര്യാപ്തനും സഹിഷ്ണുതയുള്ളവനുമാണ്. വിശ്വസിച്ചവരെ ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറഞ്ഞും ഉപദ്രവവാക്കുകൾ പറഞ്ഞും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കാതെ ജനങ്ങളെ കാണിക്കാനായി തന്റെ ധനം ചെലവ് ചെയ്യുന്നവനെപ്പോലെ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കരുത്. അവന്റെ സ്ഥിതി ഉറച്ചു മിനുത്ത ഒരു പാറയുടെ സ്ഥിതി പോലെയാണ്. അതിന്മേൽ മണ്ണുണ്ടായിരുന്നു, പിന്നീട് അതിനൊരു പേമാരി ബാധിച്ചു, അങ്ങനെ അത് അതിനെ കഴുകി ഒരു മിനുത്ത പാറയാക്കി വിട്ടു. അവർ സമ്പാദിച്ചതിൽ നിന്ന് അവർക്ക് യാതൊന്നും കരസ്ഥമാക്കാനാവില്ല. ഇത്തരം നിഷേധികളെ അല്ലാഹു വിജയമാർഗത്തിലേക്ക് നയിക്കുന്നതുമല്ല. അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചും തങ്ങളുടെ ആത്മാക്കളെ ദൃഢപ്പെടുത്തിയും കൊണ്ട് തങ്ങളുടെ ധനം ചെലവ് ചെയ്യുന്നവരുടെ നില പീഠഭൂമിയിലുള്ള ഒരു തോട്ടത്തിൻ്റേതുപോലെയാണ്. അതിന് കനത്ത മഴ കിട്ടി, അങ്ങനെ അത് അതിൻ്റെ ഫലം ഇരട്ടിയായി നൽകി. ഇനി അതിനു സമൃദ്ധമായ മഴ ലഭിച്ചെങ്കിൽ തന്നെയും ലഘുവായ മഴയായാലും അതിനു മതിയാവും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ല പോലെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. നിങ്ങളിൽ ഒരാൾക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടമുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല അയാൾക്കതിൽ നാനാവിധ പഴവർഗ്ഗങ്ങളും ലഭിക്കുന്നുണ്ട്. അയാളെ വാർദ്ധക്യം ബാധിക്കുകയും ചെയ്തിരിക്കുന്നു. കൽപ്പില്ലാത്ത സന്താനങ്ങളും അയാൾക്കുണ്ട്. അങ്ങനെയിരിക്കെ അഗ്നിമയമായ ഒരു ചുഴലിക്കാറ്റ് തോട്ടത്തെ ബാധിച്ചു. അപ്പോൾ അത് കരിഞ്ഞുപോയി. നിങ്ങൾ ചിന്തിക്കുന്നതിനായി അല്ലാഹു ഇപ്രകാരം നിങ്ങൾക്ക് ദൃഷ്ടാന്തം വിവരിച്ചു തന്നു. വിശ്വസിച്ചവരെ, നിങ്ങൾ സമ്പാദിച്ചു വച്ചിരിക്കുന്ന നല്ല സാധനങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്കായി ഉൽപ്പാദിപ്പിച്ചു തന്നിരിക്കുന്ന വസ്തുക്കളിൽ നിന്നും ഒരംശം അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്യുക. അതിൽ നിന്ന് ചീത്തയായത് ചെലവ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കരുത്. നിങ്ങൾക്കാണ് അത് തരുന്നതെങ്കിൽ കണ്ണടച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ അത് സ്വീകരിക്കുന്നവരല്ലല്ലോ. അല്ലാഹു സ്വയം പര്യാപ്തനും സുസ്ഥിർഹനുമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. പിശാച് നിങ്ങളെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുകയും നീചകൃത്യങ്ങളിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു നിങ്ങൾക്ക് തന്റെ പക്കൽ നിന്നുള്ള പാപപ്പൊറുതിയും അനുഗ്രഹവും വാഗ്ദാനം ചെയ്യുന്നു. അല്ലാഹു ഔദാര്യത്തിൽ വളരെ വിശാലതയുള്ളവനും എല്ലാം നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ യുക്തിജ്ഞാനം നൽകുന്നു. ആർക്കെങ്കിലും യുക്തിജ്ഞാനം നൽകപ്പെട്ടാൽ അവന് വളരെയധികം നന്മകൾ നൽകപ്പെട്ടുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ബുദ്ധിമാന്മാരല്ലാതെ ആരും തന്നെ ചിന്തിച്ചു കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഏതൊന്ന് ചെലവഴിക്കുന്നുവോ അല്ലെങ്കിൽ ഏതൊന്ന് നേർച്ചയാക്കുന്നുവോ തീർച്ചയായും അത് അല്ലാഹു അറിയുന്നു, അതിനു പ്രതിഫലം നൽകുന്നു. അധർമ്മികൾക്ക് സഹായികളാരും ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ ദാനധർമ്മങ്ങൾ പരസ്യമായി നിർവഹിക്കുന്ന പക്ഷം അത് വളരെ നല്ലതു തന്നെ. നിങ്ങൾ അത് ഗോപ്യമാക്കുകയും അത് ദരിദ്രർക്ക് നൽകുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും നല്ലതാണ്. അതിൻ്റെ ഫലമായി അവൻ നിങ്ങളുടെ പല തിന്മകളെയും അകറ്റിക്കളയുന്നതുമാണ്. നിങ്ങൾ എന്തു പ്രവർത്തിക്കുന്നു എന്നതു സംബന്ധിച്ച് അല്ലാഹു സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു. അവരെ നേർമാർഗത്തിലാക്കുക എന്നത് നിന്റെ ചുമതലയല്ല. എന്നാൽ അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിൽ നടത്തുന്നു. ഏതൊരു നല്ല മുതൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നുവോ അതിൻ്റെ ഫലം നിങ്ങൾക്കു തന്നെയായിരിക്കും. അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടല്ലാതെ നിങ്ങൾ ചെലവഴിക്കുന്നില്ലല്ലോ. നിങ്ങൾ ചെലവഴിക്കുന്ന നല്ല ധനം അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുക. നിങ്ങളോട് അനീതി ചെയ്യപ്പെടുകയുമില്ല. പ്രസ്തുത ദാനധർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജോലി നിർവഹിക്കുക നിമിത്തം മറ്റു ജോലികളിൽ നിന്നും തടഞ്ഞു നിർത്തപ്പെട്ട ദരിദ്രർക്കുള്ളതാണ്. അവർക്ക് നാട്ടിൽ സ്വൈര്യമായി വിഹരിക്കുവാൻ സാധിക്കുന്നില്ല.
മറ്റുള്ളവരോട് ചോദിക്കാതെ അവർ അന്തസ്സ് പാലിക്കുന്നത് നിമിത്തം യാഥാർത്ഥ്യം അറിയാത്തവർ അവരെ സംബന്ധിച്ച് സമ്പന്നരാണെന്ന് ധരിക്കും. അവരുടെ ലക്ഷണങ്ങൾ കൊണ്ട് നിനക്ക് അവരെ മനസ്സിലാക്കാം. ജനങ്ങളോട് അവർ നിർബന്ധം ചെലുത്തി ധനസഹായം ആവശ്യപ്പെടുകയില്ല. നിങ്ങൾ ഏതൊരു നല്ല ധനം ചെലവഴിക്കുന്നുവോ അല്ലാഹു അതിനെക്കുറിച്ച് നല്ല പോലെ അറിവുള്ളവനാണ്. രഹസ്യമായും പരസ്യമായും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രാവും പകലും തങ്ങളുടെ ധനം ചെലവ് ചെയ്യുന്നവർ അവർക്കവരുടെ നാഥന്റെ അടുക്കൽ അവരുടെ പ്രതിഫലമുണ്ട്. അവർക്ക് യാതൊരു ഭയവും ഉണ്ടായിരിക്കുകയില്ല, അവർ ദുഃഖിതരാവുകയുമില്ല. പലിശ മുതൽ ഭക്ഷിക്കുന്നവർ പിശാച് ശക്തമായ ആഘാതമേൽപ്പിച്ച് ഒരുവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുന്നതല്ല. അതിനു കാരണം വ്യാപാരം പലിശ പോലെ തന്നെയാണെന്നവർ പറയുന്നുവെന്നുള്ളതത്രേ. എന്നാൽ അല്ലാഹു വ്യാപാരത്തെ അനുവദിക്കുകയും പലിശ നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തൻ്റെ നാഥനിൽ നിന്നുള്ള ഉപദേശം തനിക്ക് വന്നു കിട്ടുകയും എന്നിട്ട് ആര് വിരമിക്കുകയും ചെയ്യുന്നുവോ മുമ്പ് വാങ്ങിക്കഴിഞ്ഞത് അവനുള്ളത് തന്നെയെന്നു മനസ്സിലാക്കിക്കൊള്ളട്ടെ. അവന്റെ കാര്യം അല്ലാഹുവിങ്കലാണ്. എന്നിട്ടും വല്ലവരും പലിശയിലേക്ക് മടങ്ങുകയാണെങ്കിൽ അവർ നരകാവകാശികളത്രേ. അവർ അതിൽ വസിച്ചുകൊണ്ടേ പോകും. അല്ലാഹു പലിശയെ മായ്ക്കുകയും ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. കടുത്ത അവിശ്വാസിയും മഹാപാപിയുമായ ഒരുവനെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്നവർക്ക് തങ്ങളുടെ നാഥന്റെ അടുക്കൽ അവരുടെ പ്രതിഫലമുണ്ട്. അവർക്ക് യാതൊരു ഭയവും ഉണ്ടായിരിക്കുകയില്ല, അവർ ദുഃഖിക്കുന്നതുമില്ല. വിശ്വസിച്ചവരെ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും പലിശയിൽ നിന്ന് കിട്ടാൻ ബാക്കിയുള്ളത് വിട്ടുകളയുകയും ചെയ്യുക. നിങ്ങൾ അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹുവിൽ നിന്നും അവന്റെ ദൂതനിൽ നിന്നുമുള്ള യുദ്ധത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. എന്നാൽ നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുന്ന പക്ഷം നിങ്ങളുടെ മൂലധനം നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ആരോടും അന്യായം പ്രവർത്തിക്കുന്നില്ല, നിങ്ങളോട് അന്യായം പ്രവർത്തിക്കപ്പെടുന്നുമില്ല. കടക്കാരിൽ പ്രയാസമുള്ള വല്ല ആളുമുണ്ടെങ്കിൽ അവന് സൗകര്യമുണ്ടാകുന്നതുവരെ അവധി നൽകേണ്ടതാണ്. നിങ്ങൾ അയാൾക്ക് ധർമ്മമായി മൂലധനം വിട്ടുകൊടുക്കുന്നതായാൽ അതു നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കും, നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നുവെങ്കിൽ. വിശ്വസിച്ചവരെ, നിങ്ങൾ ഒരു നിശ്ചിത അവധി നിർണയിച്ചുകൊണ്ട് പരസ്പരം കടമിടപാടു ചെയ്യുന്നതായാൽ അതു നിങ്ങൾ എഴുതി രേഖപ്പെടുത്തുക. നിങ്ങൾക്കിടയിൽ ഒരു എഴുത്തുകാരൻ നീതിപൂർവം പ്രസ്തുത കടമിടപാട് എഴുതട്ടെ. ഒരെഴുത്തുകാരനും എഴുതുന്നതിന് വിസമ്മതം കാണിക്കരുത്. കാരണം അല്ലാഹു അയാളെ എഴുതാൻ പഠിപ്പിച്ചിരിക്കുന്നു. അതിനാൽ അയാൾ എഴുതേണ്ടതു തന്നെയാണ്. കടബാധ്യതയുള്ളവൻ എഴുതാൻ വാചകം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അവൻ തൻ്റെ നാഥനായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊള്ളട്ടെ. ഇടപാട് സംഖ്യയിൽ നിന്നൊന്നും തന്നെ അവൻ കുറവ് വരുത്തരുത്. ഇനി ധനത്തിൻ്റെ ബാധ്യതയുള്ളവൻ ഭോഷനോ ബലഹീനനോ അഥവാ പറഞ്ഞുകൊടുത്ത് എഴുതിക്കാൻ കഴിവില്ലാത്തവനോ ആണെങ്കിൽ അവൻ്റെ രക്ഷകർത്താവ് അവനുവേണ്ടി നീതിപൂർവം വാചകം പറഞ്ഞുകൊടുത്ത് എഴുതിക്കേണ്ടതാണ്. നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്ന് 2 പേരെ ഇതിനായി നിങ്ങൾ സാക്ഷി നിർത്തുകയും ചെയ്യുക. എന്നാൽ ആ 2 സാക്ഷികൾ പുരുഷന്മാരല്ലെങ്കിൽ സാക്ഷികളായി നിങ്ങൾ തൃപ്തിപ്പെടുന്നവരിൽ നിന്ന് ഒരു പുരുഷനും 2 സ്ത്രീകളും ആവട്ടെ. അവർ 2 പേരിൽ ഒരാൾ മറന്നുപോകുമ്പോൾ ഒരുത്തി മറ്റവളെ ഓർമ്മിപ്പിക്കുവാനാണിത്. സാക്ഷികളെ വിളിക്കുമ്പോൾ അവർ വിസമ്മതിക്കരുത്. ഇടപാട് ചെറുതായാലും വലുതായാലും അവധി നിർണയിച്ചുകൊണ്ട് അത് എഴുതി വയ്ക്കുന്നതിന് നിങ്ങൾ ഉദാസീനത കാണിക്കയുമരുത്. അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവവും സാക്ഷ്യത്തെ ചൊവ്വായ നിലയിൽ നിർത്തുന്നതിന് പര്യാപ്തവും നിങ്ങൾ സംശയിക്കാതിരിക്കാൻ ഏറ്റവും ഉപയുക്തവുമാണിത്. എന്നാൽ നിങ്ങൾ പരസ്പരം നടത്തുന്ന രൊക്കക്കച്ചവടം ഇതിൽ നിന്നൊഴിവാണ്. അങ്ങനെയാണെങ്കിൽ അത് എഴുതി വയ്ക്കാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. നിങ്ങൾ അന്യോന്യം ക്രയവിക്രയം ചെയ്യുമ്പോൾ സാക്ഷി നിർത്തുകയും എഴുത്തുകാരനെയും സാക്ഷിയെയും വിഷമിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. നിങ്ങളങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങളിൽ ഉണ്ടാകുന്ന അധർമ്മമായിരിക്കും അത്. അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു സർവകാര്യങ്ങളെക്കുറിച്ചും അഭിജ്ഞനാണ്. ഇനി നിങ്ങൾ യാത്രയിലായിരിക്കുകയും നിങ്ങൾക്ക് ഒരെഴുത്തുകാരനെ കിട്ടാതെ വരികയും ചെയ്യുന്ന പക്ഷം
അപ്പോൾ കടം കൊടുത്തവന് കൈവശപ്പണയം നൽകേണ്ടതാണ്. അങ്ങനെ നിങ്ങളിൽ ചിലരെ വല്ലതും വിശ്വസിച്ചേൽപ്പിച്ചാൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവൻ അവൻ്റെ അമാനത്ത് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കട്ടെ. അവൻ തൻ്റെ നാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. നിങ്ങൾ സാക്ഷ്യം മറച്ചുവെക്കരുത്. ആരെങ്കിലും സാക്ഷ്യം മറച്ചുവെക്കുന്നതായാൽ അവൻ്റെ ഹൃദയം പാപഗ്രസ്തമാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു നല്ല പോലെ അറിയുന്നവനാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചുവെച്ചാലും അള്ളാഹു നിങ്ങളോട് അതിനെ സംബന്ധിച്ച് കണക്ക് ചോദിക്കും. പിന്നെ താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അവൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായും കഴിവുള്ളവനാകുന്നു. നമ്മുടെ ഈ ദൂതൻ തൻ്റെ നാഥനിൽ നിന്ന് അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നു. മറ്റുള്ള സത്യവിശ്വാസികളും വിശ്വസിക്കുന്നു. അവർ എല്ലാവരും അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദങ്ങളിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ ആർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നില്ല എന്നവർ പറയുന്നു. ഞങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന കേൾക്കുകയും ഹൃദയപൂർവ്വം അനുസരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നും അവർ പറയുന്നു. ഞങ്ങളുടെ നാഥ, നിന്നിൽ നിന്നുള്ള പാപപ്പൊറുതിക്കായി ഞങ്ങൾ അർത്ഥിക്കുന്നു. നിങ്കലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മടക്കമെന്ന് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഒരാൾക്കും അവൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ ഉത്തരവാദിത്തമേൽപ്പിക്കുന്നില്ല. അവൻ പ്രവർത്തിച്ച സൽക്കർമ്മത്തിൻ്റെ ഫലം അവന് ലഭിക്കുന്നതാണ്. അവൻ പ്രവർത്തിച്ച ദുഷ്കർമ്മത്തിൻ്റെ ശിക്ഷയും അവൻ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറന്നു പോകുകയോ തെറ്റു ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരുടെ മേൽ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് വഹിക്കാൻ കഴിവില്ലാത്ത ഭാരം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഞങ്ങൾക്ക് മാപ്പു നൽകണമേ, ഞങ്ങൾക്ക് പുറത്തു തരേണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതിനാൽ സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ സഹായിക്കണമേ.